നമസ്കാരം. റൂട്ട് കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സ്റ്റീവിനോട് നീലിനെ ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗ് എന്ന് കേട്ടപ്പോൾ സ്റ്റീവിന്റെ മുഖത്ത് ഒരു ഞെട്ടൽ. മിസ്റ്റർ ഗ്രീൻ, താങ്കൾ ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗിലേക്ക് പോകണമെന്നാണ് പറയുന്നത്? അതെ. എന്താ, ആ ബിൽഡിംഗ് അറിയില്ലേ? ബിൽഡിംഗ് അറിയാം. അവിടെ. ഏയ് സ്റ്റീവ്, വേഗം അങ്ങോട്ട് പൊയ്ക്കോ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നീല് കണ്ണുകളങ്ങ് അടയ്ക്കുകയും ചെയ്തു. നീലിന്റെ ആവശ്യപ്രകാരം ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗിലേക്ക് ആ വാഹനം ഓടിക്കുമ്പോൾ സ്റ്റീവ് ശരിക്കും മിററിലൂടെ കണ്ടച്ചിരിക്കുന്ന നീലിനെ നോക്കുകയാണ്. നീല് പറയുന്ന ആ ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗ് ജിയാങ്ഡൻ പ്രൊവിൻസിനകത്ത് ഒരു വല്ലാത്ത അസ്തിത്വമുള്ള ബിൽഡിംഗ് ആണ്. സാക്ഷാൽ ലിങ്ഡൺ ഗ്രീയുടെ ബിൽഡിംഗ് ആണത്. ലിങ്ഡൺ ഗ്രീയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇപ്പോഴും ഈ ജിയാങ്ഡൻ പ്രൊവിൻസിനകത്തും പ്രത്യേകിച്ച് ഈ ജിയാങ്ഡൻ സിറ്റിയിൽ ഒരു വല്ലാത്ത സമസ്യയാണ്. ലിങ്ഡൺ പ്രൊവിൻസിൽ 3 പ്രബലമായ ശക്തികളാണ് ഉള്ളത്. അതിലൊന്ന് ഈ മാർഷൽ ആർട്സ് കുടുംബങ്ങളാണ്. രണ്ടാമത്തത് മാർഷൽ ആർട്സ് അസോസിയേഷനാണ്. മൂന്നാമത്തത് ലിങ്ഡൺ ഗ്രീയുടെ ആ ഹിഡൻ ഡ്രാഗൺ ഫോഴ്സാണ്. ഈ 3 സംഭവങ്ങളും പരസ്പരം മത്സരിക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. ഇവർ ആരാണ് ശക്തർ എന്ന് തെളിയിക്കാനായി 3 പേരും പരസ്പരം മത്സരിക്കാറില്ല. മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ചാങ് ആവോ നേരത്തെ ഈ റാങ്കിങ്ങിന് വിധേയമായ സമയത്ത് 189ാമത് റാങ്കിൽ എത്തിയ കക്ഷിയാണ്. അതിനുശേഷമുള്ള റാങ്ക് പുതുക്കൽ പ്രക്രിയയിൽ ടാങ് ആവോ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാങ് ആവോ ഇപ്പോ ഏത് റാങ്കിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്. ചിലപ്പോൾ ടാങ് ആവോ ഒരുപാട് മുന്നേറി 100 റാങ്കിനകത്ത് വന്നു കാണുമെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. അദ്ദേഹമാണ് ഈ മാർഷൽ ആർട്സ് അസോസിയേഷൻ തലവൻ. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് വൈസ് പ്രസിഡന്റുമാരും അനവധി ഫൈറ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ശക്തരാണ് ജിയാങ്ഡൻ പ്രൊവിൻസിലെ മാർഷൽ ആർട്സ് കുടുംബങ്ങൾ. ക്വിൻ കുടുംബവും അതുപോലെ ഊ കുടുംബവും ഒക്കെ അതിന് ഉദാഹരണമാണ്. വേറെയും മാർഷൽ ആർട്സ് കുടുംബങ്ങളുണ്ട്. 3ാമത്തെ ഫോഴ്സാണ് ഹിഡൻ ഡ്രാഗൺ ഫോഴ്സ്. അതിന്റെ തലവൻ ലിങ്ഡൺ ഗ്രീ ശരിക്കും ഒരു സമസ്യ തന്നെയാണ്. ആ ലിങ്ഡൺ ഗ്രീയുടെ ആസ്ഥാനത്തേക്കാണ് നീലിനെ കൊണ്ടുചെല്ലാൻ നീല് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീല് എന്ത് പ്രമാണിച്ചാണെന്നോ അവിടേക്ക് പോകുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ സ്റ്റീവിന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അയാളുടെ ഡ്രാഗൺ സോളിന്റെ കേണലാണല്ലോ. കാർ ഓടിക്കുക എന്നുള്ളത് അയാളുടെ ജോലിയല്ല. പക്ഷേ നീലിന് വേണ്ടി കാർ ഓടിക്കുന്നു എന്ന് മാത്രം. പല കാര്യങ്ങളും സ്റ്റീവിന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോഴേക്കും വാഹനം ആ ഹിഡൻ ഡ്രാഗൺ ഫോഴ്സിന്റെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലെത്തി. വാഹനം സ്റ്റോപ്പ് ചെയ്തതും നീല് കണ്ണു തുറന്നു. വാഹനത്തിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ നീല് സ്റ്റീവിനോട് പറഞ്ഞു, സ്റ്റീവ് നീ പൊയ്ക്കോ, ഞാൻ പിന്നീട് വിളിക്കാം. അല്ല മിസ്റ്റർ ഗ്രീ, ഞാൻ സ്റ്റീവ് പൊയ്ക്കോളൂ. വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് നീല് കാറിന്ന് പുറത്തിറങ്ങി നീല് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കണ്ടതും സ്റ്റീവിന് കാര്യം മനസ്സിലായി. സ്റ്റീവ് വേഗം കാറ് തിരിച്ച് അവൻ വന്ന വഴിയിലൂടെ മടങ്ങിപ്പോയി. അവന്റെ കാറ് കണ്ണിന്ന് മറയുന്നവരെ നീല് അവിടെ തന്നെ നിന്നു. സ്റ്റീവ് അപ്രത്യക്ഷമായതും നീല് ആ ബിൽഡിങ്ങിലേക്ക് നോക്കി. ഒരു കൂറ്റൻ ബിൽഡിംഗ് ആണ് ഹിഡൻ ഡ്രാഗൺ ഫോഴ്സിന്റെ ബിൽഡിംഗ്. ആ ബിൽഡിംഗ് അതുവഴി കടന്നു പോകുന്ന ഏവരെയും ഒന്ന് ആ ബിൽഡിങ്ങിലേക്ക് നോക്കിപ്പിക്കും. അത്ര മനോഹരമായ ഒരു ബിൽഡിംഗ് അവിടെ കാണുന്നത്. ആ ബിൽഡിങ്ങിന്റെ സൗന്ദര്യം മാത്രമല്ല, ഒരു നിഗൂഢതയുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും അത് മനസ്സിലാവും. നീൽ ആ ബിൽഡിങ്ങിന്റെ ഗേറ്റ് മുന്നിലെത്തിയപ്പോൾ അവിടെ ഗാർഡുകൾ നീലിനെ തടുത്തു. ആ ഗാർഡുകൾ നീലിനെ തടുത്തതും നീല് ആ ഗാർഡുകളോട് പറഞ്ഞു, എനിക്ക് ലിങ്ഡൺ ഒന്ന് കാണണം. ഹിഡൻ ഡ്രാഗൺ ഫോഴ്സിന്റെ തലവനായ ലിങ്ഡനെ പേരെടുത്ത് ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാപനത്തിലെ ഗാർഡുകൾക്ക് വല്ലാതെ ദേഷ്യം വരുമല്ലോ. ആ ദേഷ്യം സ്വാഭാവികമായിട്ടും ആ ഗാർഡുകൾക്കുണ്ടായി. അവര് നീലിനോട് തട്ടിക്കറാൻ പോയതും ഒരു ലേഡി അവിടേക്ക് ഓടി വന്നു. ശബ്ദം കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ലേഡി അടുത്തെത്തി കഴിഞ്ഞു. അവിടെ എത്തിയ ആ ലേഡി നീലിനെ കണ്ടതും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു. മിസ്റ്റർ ഗ്രീ പ്ലീസ് കം ഇൻ. അങ്ങനെ പറഞ്ഞ ആ ലേഡി നീലിനെ അകത്തേക്ക് കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഗാർഡുകളോട് പറഞ്ഞു, ഇനി മുതൽ മിസ്റ്റർ ഗ്രീക്ക് ഇവിടെ വരാനും പോകാനും ഒരു തരത്തിലുമുള്ള അനുവാദവും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ ആ ലേഡിക്കൊപ്പം നടക്കുന്ന നീലിനെ ആ ഗാർഡുകൾ വല്ലാത്തൊരു കൗതുകത്തോടെയും അമ്പരപ്പോടെയും നോക്കുകയാണ്. ആ പോകുന്ന സ്ത്രീയെ അവർക്കറിയാം. ലിങ്ഡൺ ഗ്രീ കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ ആ ഓർഗനൈസേഷനിൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് അവർക്കാണ്. അവര് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. ആ ഗാർഡുകൾക്ക് ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു അമ്പരപ്പ് ആ ഗാർഡുകളുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഈ സമയത്ത് ആ ലേഡി നീലിനെ കൊണ്ട് അകത്തേക്ക് നടക്കുന്നിടയിൽ ആ സ്ത്രീ നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ അങ്ങേ കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിന് മറുപടി പറയാതെ നീല് അവർക്കൊപ്പം നടക്കുകയാണ്. അവർ ആ ബിൽഡിങ്ങിനെ കുറിച്ച്
അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീലിനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് നടക്കുന്നതല്ലാതെ നീല് പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിച്ചില്ല. അല്പസമയം കഴിഞ്ഞതും അവര് ലിഫ്റ്റിന്റെ മുന്നിലെത്തി. അവർ ആ ലിഫ്റ്റിനകത്ത് കയറിയതും 9ാമത്തെ നിലയിലേക്കുള്ള സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തു. ആ ലിഫ്റ്റിന്റെ വാതിൽ അടഞ്ഞു. ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു തുടങ്ങിയതും അവര് നീലിന് മുന്നിൽ ഒരു കാല് മടക്കി ഒന്ന് കുനിഞ്ഞിട്ട് നീലിനോട് പറഞ്ഞു, ഹാൾ മാസ്റ്റർ ക്ഷമിക്കണം, അങ്ങയുടെ ഐഡന്റിറ്റി ആരും അറിയാതിരിക്കാനാ ഞാൻ അങ്ങനെ പെരുമാറിയത്. പുറത്തു വെച്ച് അവരുടെ സംബോധനയെല്ലാം മിസ്റ്റർ ഗ്രീ എന്ന് പറഞ്ഞിട്ടാണ്. ഹാൾ മാസ്റ്റർ എന്ന് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആ ലിഫ്റ്റിനകത്ത് കയറിയപ്പോൾ മാത്രമാണ്. നീലിന് സംഭവം മനസ്സിലായി. നീലിന്റെ ഐഡന്റിറ്റി അവര് രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. അത് അങ്ങനെ വേണമെന്ന് നീല് തന്നെ ലിങ്ഡനോട് പറഞ്ഞിട്ടുള്ളതാണ്. നീല് ആ ലേഡിയോട് പറഞ്ഞു, സാരമില്ല, എനിക്ക് മനസ്സിലാകും ഹാൾ മാസ്റ്റർ, എല്ലാവരും അങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവൾ പറയുമ്പോഴേക്കും ആ ലിഫ്റ്റ് 9ാമത്തെ നിലയിലെത്തി. 9ാമത്തെ നിലയിൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയ നീലും ആ ലേഡിയും അതിവിശാലമായ ഒരു കോറിഡോറിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ കോറിഡോറിലൂടെ നീലും ഒന്നിച്ച് ആ സ്ത്രീ നടന്നെത്തിയത് ഒരു ഹാളിലേക്കാണ്. ആ ഹാളിനകത്തേക്ക് കടക്കുമ്പോൾ ഈ ഹിഡൻ ഡ്രാഗൺ ഫോഴ്സ് എന്താണെന്ന് ആർക്കും വ്യക്തമാകും. അതിമനോഹരമായ ആ ഹാളിൽ അതിശക്തരായ ഒത്തിരിയേറെ ആളുകൾ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അവരുടെ മുന്നിലായി സാക്ഷാൽ ലിങ്ഡൻ ഗ്രീയുണ്ട്. നീല് ലിങ്ഡനെതിരെ നടക്കുന്നതും ലിങ്ഡൻ അതിവേഗം ഓടി നീലിന്റെ മുന്നിലേക്ക് വന്നു. നീലിന്റെ മുന്നിലേക്ക് വന്ന ലിങ്ഡൻ ഒരു കാല് മടക്കി കൈകൾ കൂപ്പി നീലിനെ വണങ്ങിയാണ്. ഹാൾ മാസ്റ്റർ, ഹിഡൻ ഡ്രാഗൺ ഫോഴ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ലിങ്ഡൻ പറഞ്ഞതും ആ ഹാളിലുള്ള മുഴുവൻ ആളുകളും ഓരോ മുട്ടുമടക്കി അതേ വാചകം ആവർത്തിച്ചു. ആ ഫോഴ്സിന്റെ ഒരു പവർ സ്വാഭാവികമായിട്ടും നീലിന് അങ്ങ് സൂചിച്ചു എന്ന് പറയാം. നീല് ശരിക്കും ഒരു അടിപൊളി ടീമിനെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരുപാട് ഫൈറ്റ് ഇനി വരുന്ന കാലഘട്ടത്തിൽ നീല് നടത്തേണ്ടി വരുമെന്ന് നീലിന് നന്നായിട്ട് അറിയാം. ആ ഫൈറ്റ് നടത്താൻ തനിക്ക് ഒരു സേന ആവശ്യമുണ്ട്. ആ സേന ഇതാ ലിങ്ഡൻ ഗ്രീ റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ നീൽ ആലോചിക്കുമ്പോൾ ലിങ്ഡൻ നീലിനോടായി പറഞ്ഞു, ഹാൾ മാസ്റ്റർ, ഇവിടെ എല്ലാവർക്കും അങ്ങാണ് നമ്മുടെ ഹാൾ മാസ്റ്റർ എന്ന് അറിയാം. പക്ഷേ അങ്ങയുടെ ശക്തിയെക്കുറിച്ച് ഇവർ പലർക്കും സംശയമുണ്ട്. ആ സംശയം തീർക്കാൻ നമുക്ക് ഒന്ന് ഏറ്റുമുട്ടിയാലോ? തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ് ലിങ്ഡൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ പിന്നിലെ യുക്തി പക്ഷേ നീലിന് മനസ്സിലാവും. ലിങ്ഡൻ സ്വന്തം കൈക്കരുത്ത് കൊണ്ടാണ് അയാളുടെ ആധിപത്യം എല്ലാ സ്ഥലത്തും ഉറപ്പിക്കുന്നത്. അയാൾ ശക്തനാണ്. അയാൾക്ക് കീഴിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അയാളെ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ കണ്ടാൽ ഒരു 25 വയസ്സ് മാത്രം പ്രായം തോന്നുന്ന ഒരു ചെറുപ്പക്കാരനായ നീലിന് ആ ശക്തി ഉണ്ടെന്ന് അനുയായികൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവര് നീലിനെ അംഗീകരിക്കില്ല. അവരുടെ മുന്നിൽ വെച്ച് തന്നെ നീല് ശക്തനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഐഡിയയാണ് ലിങ്ഡൻ വർക്കൗട്ട് ചെയ്യുന്നത്. കഥ നീലിന് മനസ്സിലായി. നീല് പുഞ്ചിരിച്ചുകൊണ്ട് ലിങ്ഡനോട് പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഫൈറ്റിനുള്ള കളവൊരുങ്ങി. ലിങ്ഡൻ ശരിക്കും അതിശക്തനാണ്. അതിശക്തനായ ലിങ്ഡൻ അയാളുടെ പൊസിഷൻ നിന്നിട്ട് നീലിനോട് പറഞ്ഞു, ഹാൾ മാസ്റ്റർ ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിങ്ഡൻ മുന്നോട്ട് കുതിച്ചു. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ശരിക്കും ഒരു യോദ്ധാവിന്റെ എല്ലാ ചലനവും ആ മെയ്വഴക്കവും കൃത്യമായി ലിങ്ഡനിൽ കാണാം. ലിങ്ഡൻ അതിവേഗം മുന്നോട്ട് കുതിച്ച് ശരിക്കും ഒരു ചീറ്റപ്പുലിയുടെ ശൗര്യത്തോടുകൂടി ചാടി ഉയർന്ന് നീലിനെ ആഞ്ഞൊന്ന് പഞ്ച് ചെയ്യാണ്. ആ പഞ്ച് സ്വാഭാവികമായിട്ടും നീൽ തടുക്കണമല്ലോ. നീലിന്റെ ആ റിയാക്ഷൻ എങ്ങനെയാകും എന്ന് അറിയാനായി ആ ഹിഡൻ ഡ്രാഗൺ ഫോഴ്സിലെ മുഴുവൻ ആളുകളും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീല് ഇടത് കൈ ഒന്ന് ഉയർത്തി. നീലിന്റെ ഇടത് കൈ അങ്ങനെ പൊങ്ങി വന്നതും ആ കൈപ്പത്തിയിൽ നിന്ന് ഒരു ചെറിയ കാറ്റ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ലിങ്ഡന്റെ വലത് കൈമുഷ്ടിയിലേക്ക് വന്നു. തൽഫലമായി ആ കൈപ്പത്തിയും ആ മുഷ്ടി തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ആ കൂട്ടിയിടി അവിടെ ഒരു ചലനം ഉണ്ടാക്കി. ലിങ്ഡൻ ഏകദേശം 6 സ്റ്റെപ്പോളം പുറകിലോട്ട് പിന്മാറ്റപ്പെട്ടു. ഈ 100ഓളം വരുന്ന ലിങ്ഡന്റെ അനുയായികൾക്ക് അതൊരു വല്ലാത്ത അന്താളിപ്പുണ്ടാക്കി എന്ന് പറയാം. അവരുടെ ലീഡർ ലിങ്ഡൻ അതിശക്തനാണ്. അതിശക്തനായ അവരുടെ ലീഡർ ലിങ്ഡന്റെ ആ കിടിലം പഞ്ചിനെ അവർ ഹാൾ മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഇടത് കൈകൊണ്ട് ഒന്ന് പുഷ് ചെയ്ത് തടുത്തിരിക്കുകയാണ്. തടുത്തത് മാത്രമല്ല, ആ തടുക്കലിന്റെ ഫലമായി ഉണ്ടായ ഫോഴ്സ് ലിങ്ഡനെ പുറകോട്ട് തള്ളുകയും ചെയ്തിരിക്കുകയാണ്. പുറകോട്ട് തള്ളപ്പെട്ടെങ്കിലും ലിങ്ഡൻ വീണു പോയിട്ടില്ല. അയാൾ ഒരു സമർസൾട്ട് അടിച്ച് വളരെ സമർത്ഥമായി തന്നെ കാലിൽ തറയിൽ ഉറപ്പിച്ച് നിന്നു. ഇപ്പോ ലിങ്ഡന്റെ ചുണ്ടിൽ പുഞ്ചിരിയുണ്ട്. അവന്റെ ഹാൾ മാസ്റ്റർ അതിശക്തനാണെന്ന് ലിങ്ഡൻ അറിയാം. ലിങ്ഡൻ ഹാൾ മാസ്റ്ററുടെ ശക്തി അവിടെ ആ മാർഷൽ ആർട്സ് അവന്യൂവിൽ ജിയൻ ലിങ്ഫുമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിൽ നേരിട്ട് കണ്ടതാണ്. അവന്റെ ഹാൾ മാസ്റ്റർക്ക് തന്റെ ആ പഞ്ച് ഒന്നുമല്ല എന്ന് ലിങ്ഡൻ അറിയാം. ലിങ്ഡൻ ഹാൾ മാസ്റ്ററോട് പറഞ്ഞു, ഹാൾ മാസ്റ്റർ,
ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ ലിങ്ടൺ മുന്നോട്ട് ശരിക്കും ഓടുമ്പോൾ അയാൾ തറയിൽ നിന്ന് ഉയർന്നു. അത് ശരിക്കും രസകരമായ ഒരു രംഗമാണ്. മുന്നോട്ട് ഓടിയ ലിങ്ടൺ തറയിൽ നിന്ന് ഒന്ന് ഉയർന്ന് ആകാശത്തിലൂടെ നടക്കുമ്പോൾ എങ്ങനെ പറക്കുകയാണ്. അയാൾ 2-3 സ്റ്റെപ്പ് അതിവേഗം ആകാശത്തിലൂടെ അങ്ങ് വെച്ചതും നീലിന്റെ തൊട്ട് മുന്നിലെത്തിയതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ തറയിൽ നിന്ന് പൊങ്ങി ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് നടന്ന് അയാൾ നീലിന്റെ തൊട്ട് മുന്നിലെത്തി. എത്തിയ ആ നിമിഷത്തിൽ അയാളുടെ ഇടത് കാല് ഒരു ബൈസിക്കിൾ കിക്ക് അവിടെ നടത്തുകയും ചെയ്തു. ആ കാലുകൊണ്ട് നീലിനെ അയാൾ കറക്കി ഒന്ന് അടിച്ചു. നീലിന്റെ ദേഹത്തേക്ക് അങ്ങനെ പാഞ്ഞു വരുന്ന ആ കിക്ക് അതേ ശൈലിയിൽ നീല് നേരിട്ടു. നീല് നിന്ന സ്ഥലത്തുനിന്ന് അതീവ മനോഹരമായി ഒന്ന് ചരിഞ്ഞ് വലത് കാല് തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് ആ വലത് കാലുകൊണ്ട് ലിങ്ടന്റെ ഇടത് കാലിൽ ഒന്ന് തൊട്ടു. ആ നിമിഷത്തിൽ ലിങ്ടൺ ശരിക്കും അന്തരീക്ഷത്തിലേക്ക് അങ്ങ് പറന്നു പോകി. ഒരൊറ്റ ചവിട്ടന് നീല് ലിങ്ടനെ അവിടെ നിന്ന് ആകാശത്തേക്ക് പൊക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകാശത്തേക്ക് പൊങ്ങിയ ലിങ്ടൺ പക്ഷെ ആകാശത്ത് വെച്ച് തന്നെ ഒരു പ്രത്യേക ആക്ഷനിലൂടെ അയാളുടെ ബോഡി ക്രമീകരിച്ച് താഴെ ലാൻഡ് ചെയ്തു. അത് കണ്ടതും നീല് ലിങ്ടനോട് പറഞ്ഞു, ലിങ്ടൺ, നീ ശരിക്കും ശക്തൻ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു. അത് കേട്ടതും ലിങ്ടൺ ഒരു കാല് മടക്കി വീണ്ടും ഹാൾ മാസ്റ്റർ എന്ന് പറഞ്ഞു വണങ്ങിയതും ഒരു സംശയത്തിനും ഇട കൊടുക്കാത്ത ശൈലിയിൽ ആ ഹാളിലെ എൻറ്റയർ ആളുകളും അതേ ആക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാവരും ഒരു കാല് മടക്കി ഹാൾ മാസ്റ്റർ എന്ന് പറഞ്ഞ് ഒരൊറ്റ വിളി. അവരിതാ നീലിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. നീലിന്റെ അപ്രമാദിത്വം അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീല് ലിങ്ടന്റെ അറ്റാക്കിന് ശരിക്കും റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ലിങ്ടന് പരിക്ക് പറ്റാതിരിക്കാൻ ബോധപൂർവം ഒരു ശ്രമം നടത്തിയിരുന്നു. ലിങ്ടനും ആ കാര്യം അറിയാം. നീലിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് മൂവ്മെന്റ്സ് ആണ്. എതിരാളിയെ ഒറ്റയിടിക്ക് അവസാനിപ്പിക്കുന്നതാണ് നീലിന്റെ പ്രധാന ഐറ്റം. ഒന്നിലധികം തവണ നീലുമായി പഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ വളരെ കുറവാണ്. ലിങ്ടന് അതറിയാം. ലിങ്ടനെയും ലിങ്ടന്റെ കൂടെയുള്ള ആളുകളെയും അങ്ങ് കുൻലൻ മൗണ്ടനിൽ വെച്ച് ഒരു തവണ നീല് രക്ഷിച്ചത് ഇപ്പോഴും ലിങ്ടന്റെ മനസ്സിലുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞിട്ടും ആ ആക്ഷൻ അയാളുടെ മനസ്സിൽ ഒരു ചലച്ചിത്രം പോലെ അങ്ങനെ നിൽക്കുകയാണ്. അതിനൊക്കെ ശേഷമാണ് അവിടെ ആ മാർഷൽ ആർട്സ് അവന്യൂവിൽ ഫൈറ്റ് നടക്കുമ്പോൾ നേരിട്ട് ലിങ്ടൺ നീലിന്റെ ആ ആക്ഷൻ കാണുന്നത്. ഇപ്പൊ ഇതാ മൂന്നാമത് അവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി ഒരിക്കൽ കൂടി നീല് തന്റെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ഹാൾ മാസ്റ്റർ എന്തുകൊണ്ടും ശക്തി തന്നെയാണ്. ആ ഒരു ചിന്ത പോലും ലിങ്ടന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. അയാൾ കണ്ണുമടച്ച് നീലിനെ ഫോളോ ചെയ്യുകയാണ്. അയാളുടെ മുത്തശ്ശൻ ആവശ്യപ്പെട്ട അനുസരിച്ചാണ്. അയാളുടെ ഗ്രേറ്റ് മുത്തശ്ശൻ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനമാണ്. നീൽ ഗ്രീ എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുമെന്നും ആ വ്യക്തിയെ അവരുടെ കുടുംബത്തിലെ ആളുകൾ കണ്ടുമുട്ടുമെന്നും കണ്ടുമുട്ടിയാൽ ആ നിമിഷം ആ നീൽ ഗ്രീക്കൊപ്പം കൂടിക്കൊള്ളണമെന്നുമാണ് അന്ന് മുത്തശ്ശൻ പറഞ്ഞത്. മുത്തശ്ശന്റെ ആ വാക്കുകൾ സത്യമാണോ എന്ന് അറിയാതെ കഴിഞ്ഞ 100 വർഷവും കടന്നു പോവുകയായിരുന്നു. മുത്തശ്ശന്റെ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ശരിക്കും അവർക്കാർക്കും അറിവുണ്ടായിരുന്നില്ല നീലിനെ കണ്ടുമുട്ടും വരെ. ആ കഥകളൊക്കെ ഇപ്പോ ലിങ്ടന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നീല് ലിങ്ടനോട് പറഞ്ഞു, ലിങ്ടൺ, നീ ശരിക്കും ശക്തനാണ്, പക്ഷേ നിന്റെ ശക്തി കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഒരു പേപ്പറും പേനയും എടുക്കുക. കേൾക്കേണ്ട താമസം ലിങ്ടന്റെ സഹായികൾ ഒരു പേപ്പറും പേനയും അവിടെ എത്തിച്ചു. ആ പേപ്പറും പേനയും കയ്യിൽ വാങ്ങിച്ച നീല് അവിടെ ഒരു ടേബിളിന് അടുത്തേക്ക് ഇരുന്ന് അതിനകത്ത് എഴുതി തുടങ്ങിയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീല് എഴുത്ത് മതിയാക്കി ലിങ്ടനെ അടുത്തേക്ക് വിളിപ്പിച്ചു. അടുത്തേക്ക് വന്ന ലിങ്ടന്റെ കയ്യിലേക്ക് നീല് ആ പേപ്പർ കൊടുത്തു. ആ പേപ്പറിൽ ഒരു മാർഷൽ ആർട്സ് പ്രാക്ടീസ് ടെക്നിക്കാണ് എഴുതിയിരിക്കുന്നത്. ഒരു അടിപൊളി ടെക്നിക്ക്. ആ ടെക്നിക്ക് എന്താണെന്നും ആ ടെക്നിക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും അതിന് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നും ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നീല എഴുതിയിട്ടുണ്ട്. നീല അതിവേഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും നന്നായി ആ വിഷയം അറിയാവുന്ന ഒരാൾക്ക് ആ ശൈലിയിൽ എഴുതാൻ പറ്റും. അമ്പരപ്പോടെ ആ പ്ലാനിലേക്ക് നോക്കിയിരിക്കുന്ന ലിങ്ടനോടായി നീല് പറഞ്ഞു, ലിങ്ടൺ, ഇനി മുതൽ നീ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. നീ ഇപ്പോ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് സോളോ ഓപ്പണിംഗിലെ 7th ലെവലിലാണ്. ഞാൻ തന്ന ആ പേപ്പറിലെ ടെക്നിക്കുകളാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വിത്തിൻ 3 months നീ അടുത്ത 3 ലെവലുകളും കഴിഞ്ഞ് ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കടക്കും. അതിന് നിനക്ക് ചില സപ്പോർട്ട് മെക്കാനിസം കൂടി ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞ നീല് പോക്കറ്റിൽ നിന്ന് കുറച്ച് പിൽസ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. നീല് എടുത്തു വെക്കുന്ന ആ പിൽസിന് കൃത്യം ഒരു കണക്കുണ്ട്. എങ്ങനെയാണ് നീല് ശരിക്കും കറക്റ്റ് എണ്ണം എടുക്കുന്നുള്ളത് ഒരു അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കൈ മേശപ്പുറത്ത് അടച്ചു വെച്ചിരിക്കുന്ന നീല് ആ കൈ തുറക്കും മുമ്പ് തന്നെ ലിങ്ടനോട് പറഞ്ഞു, ലിങ്ടൺ, ഇത് 20 പിൽസ് ഉണ്ട്. 3 ദിവസത്തിലൊരിക്കൽ ഓരോന്ന് വീതം കഴിക്കുക. 60 ദിവസത്തേക്കുള്ള പിൽസ് ഉണ്ട്.
ഈ 60 ദിവസം കൊണ്ട് ഉറപ്പായും ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് ലിങ്ക്ഡ്ഇൻ കടന്നിരിക്കും. ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വിദൂരതയിലുള്ള ഒരു സ്റ്റേജ് ആയിട്ടാണ് ഇതുവരെയും ലിങ്ക്ഡ്ഇൻ കരുതിയിരുന്നത്. ഇപ്പോൾ ഇത് ഹാൾ മാസ്റ്റർ പറയുകയാണ്, വെറും 60 ദിവസം കൊണ്ട് ലിങ്ക്ഡ്ഇൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കടക്കുമെന്നാണ്. അത് കേട്ടതും ലിങ്ക്ഡ്ഇന്റെ കണ്ണ് അവൻ പോലും അറിയാതെ അങ്ങ് നിറഞ്ഞു പോവുകയാണ്. ഹാൾ മാസ്റ്റർ ഞാനിതിലേക്ക് ലിങ്ക്ഡ്ഇൻ, എനിക്ക് എന്നോടൊപ്പമുള്ള ആളുകൾ ശക്തരായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. നീ മാത്രമല്ല, നിന്റെ സംഘാംഗങ്ങളും ശക്തരാകണം. അവർക്ക് വേണ്ട പിൽസും അവർക്ക് വേണ്ട പ്ലാനും ഒക്കെ ഞാൻ വേറെ തയ്യാറാക്കാം. ശരിക്കും അതുകൂടെ കേട്ടപ്പോൾ ലിങ്ക്ഡ്ഇന് വാക്കുകളില്ല എന്നാണ് സത്യം. ലിങ്ക്ഡ്ഇന്റെ സേന ഈ ജിയാങ്ങൻ പ്രൊവിൻസിൽ ശക്തമാണ്. ഈ ജിയാങ്ങൻ പ്രൊവിൻസിൽ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് വളരെ കുറച്ച് ആളുകളാണ്. ബാക്കി ആളുകളൊക്കെയും ഈ സോൾ ഓപ്പണിംഗ് സ്റ്റേജിലായിരിക്കും. സോൾ ഓപ്പണിംഗ് സ്റ്റേജ് തുടങ്ങുമ്പോൾ തന്നെ മാർഷൽ ആർട്സ് റാങ്കിങ് അനുസരിച്ച് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ അവരെത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ബോഡി ടെമ്പറിങ്ങും സോൾ ഓപ്പണിങ്ങും അതുപോലെ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജൊക്കെ മാർഷൽ ആർട്സ് ആഴത്തിൽ പഠിക്കുന്ന ആളുകൾ മാത്രം പറയുന്ന പേരുകളാണ്. ബാക്കിയുള്ള ആളുകൾ ശക്തരായി കഴിഞ്ഞാൽ അവരെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വിളിക്കുകയാണ് പതിവ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ശക്തി അനുസരിച്ച് റാങ്ക് ലിസ്റ്റുകളും ഉണ്ടാകാറുണ്ട്. ഏറ്റവും ശക്തരായ 1000 ആളുകളുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഹക്സിയിലുണ്ട്. 1000-ന് പുറത്തും 10,000-ന് പുറത്തേക്കുള്ള ആളുകളുടെ ലിസ്റ്റുകൾ വേറെയുണ്ട്. ഈ 1000-നകത്ത് കടന്നു കയറിയാൽ അവരെ രാജ്യം മുഴുവൻ അറിയും. രാജ്യത്തെ എല്ലാ ആളുകളും അവർ ഇത്ര റാങ്കുകാരനാണെന്ന് പറഞ്ഞാൽ അതിനൊരു ബഹുമാനം കൊടുക്കും. അത് ശരിക്കും പവർ ഹൗസ് ആണ്. അങ്ങനെയുള്ള പവർ ഹൗസുകൾ പോലും ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് അപൂർവമായിട്ടേ കടക്കാറുള്ളൂ. ഒരു 200 റാങ്കിനകത്തെങ്കിലും എത്തിയാലേ അവർ ഈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലെത്തും. അതുവരെയുള്ള ആളുകൾ സോൾ ഓപ്പണിംഗ് സ്റ്റേജിലെ 9 ലെവലുകൾക്ക് ഉള്ളിലായിരിക്കും. ആ കാര്യം ലിങ്ക്ഡ്ഇൻ അറിയാം. ലിങ്ക്ഡ്ഇന് ആവശ്യമായ നിർദ്ദേശങ്ങളിലേക്ക് കൊടുത്തതിന് ശേഷം നീല് അവിടെ നിന്ന് പുറത്തിറങ്ങിയ നീല് നേരെ പോയത് സിയുടെ മുത്തശ്ശി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. നീല ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ സി ഉണ്ട്, സിയുടെ അമ്മ ഡയാനയും ഉണ്ട്. അവർ രണ്ടുപേരും മുറിയുടെ പുറത്ത് നിൽക്കുമ്പോഴാണ് നീൽ എത്തുന്നത്. നീലിനെ കണ്ടതും സിക്ക് ഒരുപാട് സന്തോഷമായി. നീ എത്തിയോ? അങ്ങനെ സിയെ ചോദിക്കുമ്പോൾ നീല് സിയോടായി പറഞ്ഞു, സിയ എനിക്ക് മുത്തശ്ശിയെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. അതിനെന്താ ബാ. അങ്ങനെ സിയെ വിളിക്കുമ്പോൾ ഡയാന ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞില്ല. ഡയാനയുടെ നീലിനോടുള്ള പെരുമാറ്റത്തിൽ ഇപ്പോ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. നീലിനെ മനസ്സുകൊണ്ട് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. നീല് ഡയാനയ്ക്കും സിയ്ക്കും ഒപ്പം ആ മുറിയിലേക്ക് കടന്നു. അവിടെ സിയുടെ മുത്തശ്ശി അങ്ങനെ കിടക്കുകയാണ്. മുത്തശ്ശിയുടെ അടുത്തെത്തിയ നീല് ആ മുത്തശ്ശിയെ ഒന്ന് നോക്കിയിട്ട് സിയോട് ചോദിച്ചു, സിയ ശരിക്കും എന്താ സംഭവിച്ചത്? നീൽ, എനിക്കറിയില്ല, നമ്മള് ഒന്നിച്ചായിരിക്കുമ്പോഴാണല്ലോ ഞാൻ വിവരം അറിയുന്നത്. സി അത് പറഞ്ഞതും നീല് ഡയനയുടെ നേരെ തിരിഞ്ഞു. ആന്റി പറ, എന്താ സംഭവിച്ചത്? നീല് ആന്റി എന്ന് ഡയനെ വിളിച്ചപ്പോ ഡയനയുടെ മുഖത്ത് പെട്ടെന്നൊരു പുഞ്ചിരി വന്നെങ്കിലും നീലിന്റെ ആ അടുത്ത ചോദ്യം അത് അവരെ ഒന്ന് പുറകോട്ട് വലിച്ചു എന്ന് പറയാം. അവർ നീലിനോട് പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് അസുഖം വന്നാണ്. അത് കേട്ടതും നീല് ഡയനോട് പറഞ്ഞു, ആന്റി ഞാൻ ഒരു വാക്ക് തരാം. ഗ്രാൻഡ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് വ്യക്തമായും എന്നോട് പറഞ്ഞാൽ ഗ്രാൻഡ്മയെ ജീവിതത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരാം. നീല് പറഞ്ഞ ആ വാചകം ശരിക്കും ആ 2 സ്ത്രീകളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സിയുടെ ഗ്രാൻഡ്മ, ഡയനയുടെ അമ്മ ഇനി അധിക ദിവസം ഉണ്ടാകില്ല എന്നാണ് ഡോക്ടേഴ്സ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവരോട് പറഞ്ഞത്. ശരിക്കും പ്രായമുണ്ട് ഡയനയുടെ അമ്മയ്ക്ക്. പക്ഷെ ഇപ്പൊ ഇതാ നീല് പറയുകയാണ് ഡയനയുടെ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാം. അത് കേട്ടതും ഡയനയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം അങ്ങനെ ഇരച്ചു കയറി. ഡയന നീലിനോട് ചോദിച്ചു, നീ പറഞ്ഞത് ശരിയാണോ? സത്യമായിട്ട് എന്റെ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ? ആന്റി, ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. ആന്റി പറയൂ, എന്താ സംഭവിച്ചത്? ഈ മുത്തശ്ശിയെ ഞാൻ അവസാനമായി കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ കണ്ട മുത്തശ്ശിയല്ല ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. മുത്തശ്ശിക്ക് എന്തോ സംഭവിച്ചു. മുത്തശ്ശിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആന്റി കൃത്യമായി പറയണം. അങ്ങനെ നീല് വീണ്ടും പറഞ്ഞതും സിയ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്താ സംഭവിച്ച്? ഗ്രാൻഡ്മയ്ക്ക് എന്താ പറ്റിയേ? അപ്പൊ പറയണമ്മ, എന്താ സംഭവിച്ച്? ഡയാനയ്ക്ക് അവളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ പറയേണ്ടത് ക്വിൻ കുടുംബത്തിലെ ക്വിൻ റിച്ചാർഡ്സന് എതിരെയാണ്. ക്വിൻ റിച്ചാർഡ്സൺ അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഡയാനയുടെ അമ്മയെ അപകടപ്പെടുത്തിയത്. ആ കാര്യം ഇപ്പൊ അവരോട് പറഞ്ഞാൽ സിയ പിന്നെ ഒരിക്കലും ആ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. സിയ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നാൽ അത് റൂട്ട് കുടുംബത്തിന് വൻ അപകടം വരുത്തിവെക്കും. ഈ ജിയാൻ പ്രൊവിൻസിലെ ഏറ്റവും ശക്തമായ മാർഷൽ ആർട്സ് കുടുംബമായ ആ ക്വിൻ കുടുംബം ഇതിന്റെ പേരിൽ റൂട്ട് കുടുംബവുമായി ഒന്ന് ഇടഞ്ഞാൽ അത് വല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കും.
ഒരുപാട് ചിന്തകൾ ഡയനയുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നീല് വീണ്ടും ഡയനോട് പറഞ്ഞു, ആന്റി, ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഇപ്പോ ആന്റിക്ക് സത്യം എന്നോട് പറയാൻ പറ്റിയാൽ മുത്തശ്ശിയെ ഞാൻ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാം. ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കൂടിപ്പോയാൽ 24 മണിക്കൂർ കൂടിയേ ഗ്രാൻഡ്മ ജീവിച്ചിരിക്കൂ. വളരെ വ്യക്തമായിട്ടാണ് നീല് ആ ഡയലോഗ് പറഞ്ഞത്. നീല് പറഞ്ഞ ആ ഡയലോഗ് നേരത്തെ ഡോക്ടേഴ്സും പറഞ്ഞതാണ്. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞതും നീല് പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നീലിനോട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നീല് ഡയനയുടെ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. ഒരു ഭാഗത്ത് ഡയനയുടെ അമ്മ, മറുഭാഗത്ത് ക്വീൻ റിച്ചാർഡ്സൺ. എന്താണ് വേണ്ടതെന്ന് അറിയാതെ ഒരു നിമിഷം കുഴങ്ങിപ്പോയെങ്കിലും ഡയന അവസാനം നീലിനോട് പറഞ്ഞു, നീൽ, ഇത് ആ ക്വീൻ റിച്ചാർഡ്സന്റെ പണിയാണ്. ക്വീൻ കുടുംബത്തിലെ ആ ഇളയ ഗ്രാൻഡ് മാസ്റ്റർ ക്വീൻ റിച്ചാർഡ്സൺ അവിടെ ആ റൂട്ട് കുടുംബത്തിൽ വന്നതും സിയുടെ ഗ്രാൻഡ്മ ആക്രമിക്കപ്പെട്ടതും വീണതുമൊക്കെ ഡയന തുടർന്ന് വിശദമാക്കി. അത് കേട്ടതും സിയുടെ കാലിൽ കൂടെ ഒരു തരിപ്പിങ്ങനെ ഇരച്ചു കയറുകയാണ്. അവളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന, അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന ആ ക്വീൻ റിച്ചാർഡ്സൺ തികഞ്ഞ തെമ്മാടിയാണെന്ന് 100% ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ പാവപ്പെട്ട ഗ്രാൻഡ്മയെ അവൻ മൃഗീയമായി കൊല്ലാക്കൊല ചെയ്തിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂർ കൂടിയേ അവളുടെ ഗ്രാൻഡ്മയ്ക്ക് ജീവിതമുള്ളൂ. ഗ്രാൻഡ്മ മരണത്തിലേക്ക് നടക്കുകയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സിയുടെ മനസ്സിലേക്ക് അതിന് ദേഷ്യം ഇരച്ചു കയറുകയാണ്. പക്ഷെ ഈ സമയത്ത് ഡയനയും സിയും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീല് ആ ഗ്രാൻഡ്മയെ പരിശോധിച്ചു തുടങ്ങി. നീല് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് മൂവ് ചെയ്തത് യഥാർത്ഥത്തിൽ ഡയനയും സിയും ശ്രദ്ധിച്ചിരുന്നില്ല. അവർ രണ്ടുപേരും ക്വീൻ റിച്ചാർഡ്സനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോഴാണ് നീലിന്റെ പോക്കറ്റിൽ നിന്ന് ആ സിൽവർ നീഡിലുകൾ നീല് പുറത്തെടുക്കുന്നതും അത് ആ സ്ത്രീയുടെ ബോഡിയിൽ അക്യുപങ്ക്ചർ പോയിന്റുകളിലേക്ക് അതിവേഗം ആക്ടിവേറ്റ് ചെയ്യുന്നതും. സിയും ഡയനയും ഒരു ഞെട്ടലോടുകൂടി ഗ്രാൻഡ്മയെ നോക്കുമ്പോഴേക്കും സിയുടെ ഗ്രാൻഡ്മയുടെ ബോഡിയിൽ അക്യുപങ്ക്ചർ സൂചികൾ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേക പാറ്റേണിലാണ് ആ സൂചികൾ ആ ബോഡിയിൽ തറച്ചിരിക്കുന്നത്. നീല് ആ പാറ്റേണിനകത്ത് തന്റെ വലത് കൈ പ്രദർശിച്ചിരിക്കുകയാണ്. നീലിന്റെ വലത് കൈ ഇപ്പോ കൃത്യമായിട്ടും ആ ഗ്രാൻഡ്മയുടെ നെഞ്ചിലാണ്. ഗ്രാൻഡ്മയുടെ നെഞ്ചിലേക്ക് വെച്ചിരിക്കുന്ന നീലിന്റെ കൈയിലേക്ക് തന്നെയാണ് ഡയനയും അതുപോലെ സിയും നോക്കുന്നത്. അവരൊരു പ്രതിഭാസം കാണുകയാണ്. നീലിന്റെ വലത് കൈയിലൂടെ ഒരു പ്രകാശം മൂവ് ചെയ്യുന്നതാണ് അവർ കാണുന്നത്. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാഴ്ച അവരിതാ കാണുകയാണ്. നീലിന്റെ വലത് കൈയിലൂടെ ഒഴുകുന്ന ആ പ്രകാശം നീലിന്റെ ആ കൈപ്പത്തിലേക്ക് വരുന്നതും ആ കൈപ്പത്തിയിൽ നിന്ന് അതേ പ്രകാശം ആ നെഞ്ച് മുഴുവൻ വ്യാപിക്കുന്നതുമായ അമ്പരപ്പിക്കുന്ന ഒരു രംഗമാണ് ആ അമ്മയും മകളും കണ്ടത്. നീലിനോട് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഗ്രാൻഡ്മയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തനിക്ക് കഴിയുമെന്ന് നീല് പറഞ്ഞപ്പോൾ നീലാണ് ഗ്രാൻഡ്മയെ ചികിത്സിക്കാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ പോലും സിയ കരുതിയിരുന്നില്ല. നീലൊരു മാർഷൽ ആർട്സ് എക്സ്പെർട്ടാണ് എന്നുള്ള കാര്യം ഇപ്പോ സിയയ്ക്ക് അറിയാം. അവള് പല വാർത്തകളിലൂടെയും പല ആളുകളിലൂടെയും നേരിട്ടുമൊക്കെ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പിന്നീട് നീലിന് അറിയാവുന്നത് ഈ മരുന്നിന്റെയൊക്കെ കുറിപ്പടിയാണ്. അത് നീല് തന്നെയാണോ എഴുതുന്നത് ചോദിച്ചാൽ സിക്ക് അറിയില്ല. പക്ഷെ നീലിന്റെ കയ്യിൽ ആ മരുന്നിന്റെ കുറിപ്പടി ഉണ്ട്. ആ 2 കുറിപ്പടികളുടെ സഹായത്താൽ ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഈ രാജ്യം തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും അവളുടെ മനസ്സിൽ കടന്നു വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് നീലിന് ആളുകളെ ചികിത്സിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ഞെട്ടലോടുകൂടി സിയ നീലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നീലിന്റെ കയ്യിൽ നിന്നുള്ള പ്രകാശം ആ ലേഡിയുടെ ബോഡി മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. ശരിക്കും ആ ബോഡിയിൽ 100 കണക്കിന് കുഞ്ഞ് LED ബൾബുകൾ ചേർത്ത് വെച്ചിട്ട് പ്രകാശിപ്പിച്ചാൽ ആ ബോഡി മുഴുവൻ പ്രകാശം ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു ഹാലോ ഇപ്പോ ആ സ്ത്രീയുടെ ബോഡിക്ക് ചുറ്റുമായി ഉണ്ട്. ആ ഹാലോയുടെ ശക്തി പതുക്കെ കൂടി വരികയാണ്. ആ ശക്തി കൂടുമ്പോൾ നമുക്ക് ഒരു കാഴ്ച കൂടി കാണാം. നീലിന്റെ കയ്യിലൂടെ ആ ബോഡിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ ഊർജത്തിന്റെ അളവും കൂടിക്കൂടി വരികയാണ്. നീലിന്റെ കയ്യിലൂടെ ആ ഒഴുകിയിറങ്ങുന്ന ആ ഊർജം, ആ പ്രകാശം, അതാണ് സിയെ ഞെട്ടിച്ചിരിക്കുന്നത്. അതിനേക്കാളേറെ അമ്പരപ്പ് സാക്ഷാൽ ഡയനയ്ക്കുണ്ട്. ഡയന അവളുടെ കണ്ണുകൾ തുറന്ന് ആ കാഴ്ച കാണുകയാണ്. അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡയന കാണുന്നത്. ഡയന റൂട്ട് കുടുംബത്തിലെ സാക്ഷാൽ ഹാൻസൺ റൂട്ടിന്റെ ഭാര്യയാണ്. ഹാൻസൺ റൂട്ടിന്റെ റൂട്ട് കുടുംബത്തെ പോലെ തന്നെ ഫേമസ് ആണ് ഡയനയുടെ കുടുംബവും. ആ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് മാർഷൽ ആർട്ടിസ്റ്റുകളെയും അതുപോലെ ഡോക്ടേഴ്സിനെയും ഡയന പരിചയപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് ഡയനയുടെ പഠനകാലത്ത് ഡയന അറിഞ്ഞ കാര്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ഡയന മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇതാ ഡയന അവിടെ നേരിൽ കാണുകയാണ്. ഒരു സീൽ മേക്കിംഗ് ആണ് ഡയന നേരിൽ കാണുന്നത്. നീല് ഈ സമയത്ത് നീലിന്റെ ഇടത് കൈയും ഒന്ന് ഉയർത്തിക്കഴിഞ്ഞു. വലത് കൈയും ഇടത് കൈയും
ആ സ്ത്രീയുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നീല് ആ കൈ കൊണ്ട് ചില ആക്ഷൻസ് കാണിക്കുകയാണ്. നീല് ആ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ ഒരു കാര്യം ആ ബോഡി സംഭവിക്കുന്നുണ്ട്. ആ ബോഡിയെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ പ്രകാശം അതിശക്തമായി ആ ബോഡിയെ പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് ആ ബോഡിക്കുള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ കറുത്ത നിറത്തിൽ ഒരു മറുപ്രകാശം ഉണ്ടാകുകയാണ്. ആ ലേഡിയുടെ ബോഡിയിൽ മുഴുവൻ അലിഞ്ഞു ചേർന്ന ആ കറുത്ത പ്രകാശം പതുക്കെ ആ ബോഡിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ ബോഡിയുടെ മുകളിലേക്ക് വരികയാണ്. അങ്ങനെ മലർന്നു കിടക്കുന്ന ആ ലേഡിയുടെ കൈയിലൂടെയും കാലിലൂടെയും അതുപോലെ ശരീരത്തിന് എല്ലാ ഭാഗത്തു നിന്നും ആ കറുത്ത പ്രകാശം പതുക്കെ 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 അരിച്ചരിച്ച് ആ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തി. ഒരു ചലച്ചിത്രം കാണും പോലെ ഡയനയും അതുപോലെ സിയും ആ രംഗം കാണുകയാണ്. ആ മുത്തശ്ശിയുടെ എൻഷ്യർ ബോഡിയിലും ഒരു കറുപ്പ് ഉണ്ടായിരുന്നു. ആ കറുപ്പ് ആ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം കൂടിക്കൂടി വരികയായിരുന്നു. ആ കറുപ്പാണ് കാലിൽ നിന്നും കയ്യിൽ നിന്നും തലയിൽ നിന്നൊക്കെ പതുക്കെ 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 മുന്നോട്ട് ചലിച്ച് നെഞ്ചിന്റെ ഭാഗത്തെത്തിയിരിക്കുന്നത്. അതേ സമയത്ത് നീലിന്റെ ഇരു കൈകളും ആ നെഞ്ചിന് മുകളിൽ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ഷനിലേക്ക് കണ്ണുമിഴിച്ച് സിയും ഡയനയും കൂടെ നോക്കി നിൽക്കുമ്പോൾ നീലിന്റെ കൈയുടെ ആക്ഷന്റെ ഫലമായി ഒരു നക്ഷത്രം അവിടെ രൂപം കൊണ്ടു. 6 കോണുകളുള്ള ആ നക്ഷത്രം ഇപ്പോ ഒരു പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ആ നക്ഷത്രം ഇപ്പോ നീലിന്റെ ഇരു കൈകൾക്ക് ഉള്ളിലാണ്. നീൽ ആ കൈ ഒന്ന് ചലിപ്പിച്ചതും ആ നക്ഷത്രം ഒന്ന് ചലിച്ചു തുടങ്ങി. ശരിക്കും ആ നക്ഷത്രം ഒരു കട്ട കറങ്ങും പോലെ ആ അന്തരീക്ഷത്തിൽ ആ നെഞ്ചിന്റെ മുകളിലായി ഒന്ന് കറങ്ങി തുടങ്ങി. ആ നക്ഷത്രം അതിവേഗം കറങ്ങി തുടങ്ങിയതും നെഞ്ചിന്റെ അടുത്തേക്ക് വന്ന ആ കറുത്ത പ്രകാശം ഭയന്നതുപോലെ ഒരൊറ്റ ഓട്ടം. ശരിക്കും ആ പ്രകാശം ആ സ്ത്രീയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കയറി ഒളിക്കാനുള്ള ഒരു ഓട്ടമാണ് നടത്തിയത്. പക്ഷെ ആ നക്ഷത്രം ആ ഓട്ടത്തെ തടസ്സപ്പെടുത്തുകയാണ്. ആ നക്ഷത്രം അതിന്റെ ശക്തമായ പ്രകാശ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ കറുത്ത പ്രകാശത്തെ ഒരൊറ്റ വലി. അതിവേഗം ആ പ്രകാശം വലിച്ചെടുക്കപ്പെട്ടതും ഓടി ഒളിക്കാൻ ശ്രമിച്ച ആ കറുത്ത പ്രകാശത്തിന് അതിന്റെ ഓട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ എൻറ്റയർ ബോഡിയിൽ നിന്ന് ആ കറുത്ത പ്രകാശത്തെ ഈ നക്ഷത്രം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഒരു ഷോ കാണുന്ന പോലെ നമുക്ക് ആ കാഴ്ച കാണാം. ആ സ്ത്രീയുടെ എൻറ്റയർ ബോഡിയിൽ നിന്നും നെഞ്ചിലേക്ക് വന്ന ആ കറുത്ത പ്രകാശത്തെ ബോഡിക്ക് പുറത്ത് നീല് സൃഷ്ടിച്ച ആ നക്ഷത്രം അങ്ങനെ വലിച്ചെടുക്കുകയാണ്. ആ കറുത്ത പ്രകാശം മുഴുവൻ നീല് വലിച്ചെടുത്ത് കഴിഞ്ഞതും നീല് ആ നക്ഷത്രത്തെ ഇരു കൈകളിൽ ചേർത്ത് ഒരൊറ്റയാഴി അതിഭീകരമായ ശബ്ദത്തോടുകൂടി ആ നക്ഷത്രം പൊട്ടി അങ്ങ് ചിതറി. ആ നിമിഷത്തിൽ ആ കട്ടിലിൽ കിടക്കുകയായിരുന്ന മുത്തശ്ശി ഒന്ന് മുന്നോട്ടാഞ്ഞ് ഒന്ന് ഛർദ്ദിച്ചു. അവിടെ വായിക്കൂടി കറുത്ത നിറത്തിലുള്ള രക്തം പുറത്തേക്ക് ചാടി. ആ നിമിഷം തന്നെ ആ സ്ത്രീ കണ്ണുറക്കുകയും ചെയ്തു. ശരിക്കും അമ്പരപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായ ഒരു രംഗമാണ് ഡയാനയും സിയയും കണ്ടത്. അവിടെ ആ റൂട്ട് കുടുംബത്തിൽ ഡയാനയുടെ അമ്മ മയങ്ങി വീഴുന്നതിന് ശേഷം അവരെ കണ്ണുകൾ തുറന്നിട്ടില്ല. ഇപ്പൊ ഇതാ അവരെ കണ്ണു തുറക്കുകയാണ്. അവിടെ വായിക്കൂടി രക്തം ഒഴുകുന്ന കണ്ടതും സിയ പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് ആ വാ തുടച്ച് വൃത്തിയാക്കി. സിയ വാ തുടച്ച് വൃത്തിയാക്കുന്ന ആ സമയത്ത് നീലിന്റെ കൈകൾ അതിവേഗം ചലിക്കുകയാണ്. ആ ചലനത്തിനനുസരിച്ച് ആ സ്ത്രീയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ അക്യുപഞ്ചർ സിൽവർ നീഡിലുകൾ ഒന്നൊന്നായി നീലിന്റെ കയ്യിലേക്ക് വന്നു. ആ സൂചികളൊക്കെ നീല് ശ്രദ്ധാപൂർവം ഒന്ന് കെട്ടി അവന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അതിനുശേഷം നീല് കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് ആ ഗ്രാൻഡ്മയുടെ വായിലേക്ക് വെച്ചു. ഗ്രാൻഡ്മ ഇതൊന്ന് കഴിച്ചേ. ആ സ്ത്രീ സന്തോഷത്തോടെ ആ ഗുളികയും കഴിച്ചു. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ആ സ്ത്രീ ആ കട്ടിൽ എണീറ്റിരിക്കുകയാണ്. ഈ രംഗം അവിടെ എങ്ങനെ അരങ്ങേറുമ്പോൾ അങ്ങ് അകലെ കുൻലൻ മലയിൽ ഒരു ബിൽഡിങ്ങിന്റെ സമീപത്ത് ഈ ക്വിൻ കുടുംബത്തിലെ ആളുകളൊക്കെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അകത്തെ ഹാളിൽ ഒരാളുണ്ട്. ആ ആൾക്ക് വേണ്ടിയാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ആ വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് ചമ്രമണിഞ്ഞിരിക്കുകയാണ്. അത് സാക്ഷാൽ ക്വിൻ റിച്ചാർഡ്സൺ ആണ്. ക്വിൻ റിച്ചാർഡ്സൺ അകത്തുള്ള ആള് പുറത്തു വരുന്നവരെ സമാധാനപരമായി കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ കൾട്ടിവേഷനിലേക്ക് മുഴുകുന്ന ഒരു പതിവുള്ള ആ റിച്ചാർഡ്സന്റെ പ്രവൃത്തി സ്വാഭാവികമായിട്ടും അവിടെയുള്ള എല്ലാവർക്കും അറിയാം. റിച്ചാർഡ്സൺ ആ ഹാളിന്റെ ഇടത്തെ അറ്റത്താണ്. വലത്തെ അറ്റത്താണ് അവർ പ്രതീക്ഷിക്കുന്ന ആളുള്ളത്. ആ ആളിനെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. ആ വലത്ത് വശത്തെ ഡോറിനകത്തുള്ള മുറിയിൽ അകത്തൊരാളുണ്ട്. അയാൾ അവിടെ കൾട്ടിവേഷനിലാണ്. അയാൾക്ക് നേരെ എതിരെയായി ഏകദേശം ഒരു 10-50 അടി മാറി ഒരു പ്ലേസിലാണ് ക്വിൻ റിച്ചാർഡ്സൺ ഇരിക്കുന്നത്. ഇവർക്കിടയിലാണ് യഥാർത്ഥത്തിൽ ക്വിൻ കുടുംബത്തിലെ ബാക്കി ആളുകളുള്ളത്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ആളുകൾ റിച്ചാർഡ്സന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ റിച്ചാർഡ്സൺ അലറിക്കൊണ്ട് ഛർദ്ദിക്കുന്നതാണ് അവർ കണ്ടത്. അവന്റെ വായിന്ന് കറുത്ത നിറത്തിലെ രക്തം പുറത്തേക്ക് തെറിക്കുകയാണ്. അതോടൊപ്പം ശമ്പളം പണിഞ്ഞിരിക്കുന്ന റിച്ചാർഡ്സണും പുറകോട്ട് തെറിച്ചു. പുറകോട്ട് തെറിച്ച് അവിടെയുള്ള ഒരു തൂണിലിടിച്ച് റിച്ചാർഡ്സൺ
ഒന്ന് മുന്നോട്ട് വീഴുകയും ചെയ്തു. ഈ രംഗം കണ്ട് ബാക്കിയുള്ള ആളുകൾ ഓടി റിച്ചാർഡ്സൺ അടുത്തെത്തുമ്പോഴേക്കും റിച്ചാർഡ്സൺ എണീറ്റ് കഴിഞ്ഞു. എണീറ്റ റിച്ചാർഡ്സന്റെ ശ്രദ്ധ അവൻ ഛർദ്ദിച്ച ആ കറുത്ത രക്തത്തിലാണ്. ഈ സമയത്ത് റിച്ചാർഡ്സൺ അടുത്തേക്ക് റിച്ചാർഡ്സന്റെ പിതാവ് ഓടി എത്തിക്കഴിഞ്ഞു. ഏയ് റിച്ചാർഡ്സൺ, എന്താടാ, എന്തു പറ്റി? അച്ഛാ, ഒരു സംഭവം ഉണ്ടായി. മോനെ, എന്താ ഉണ്ടായേ? അങ്ങനെ അച്ഛൻ ചോദിച്ചതും റിച്ചാർഡ്സൺ ഫോൺ കയ്യിലെടുത്തു. അയാൾ ആ ഫോണിലെ ഒരു നമ്പർ ഡയൽ ചെയ്തു. നമ്പർ ഡയൽ ചെയ്ത റിച്ചാർഡ്സൺ മുഖത്ത് പെട്ടെന്നൊരു മങ്ങലുണ്ടായി. മറുഭാഗത്ത് ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അയാളുടൻ രണ്ടാമത്തെ നമ്പറിലേക്ക് വിളിച്ചു. അതിനും കിട്ടിയത് സെയിം മറുപടിയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. റൂട്ട് കുടുംബത്തിന് പുറത്ത് രണ്ടാളുകളെ റിച്ചാർഡ്സൺ കാവലിന് നിർത്തിയിരുന്നു. അവരെയാണ് റിച്ചാർഡ്സൺ വിളിച്ചത്. അവർ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. അത് മനസ്സിലാക്കിയ റിച്ചാർഡ്സൺ അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്തോ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ റൂട്ട് കുടുംബത്തിൽ നിയോഗിച്ചിരുന്ന രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. അവർ രണ്ടുപേരും ജീവനോടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അല്ലേ? അതെ അച്ഛാ, അതിശക്തരായ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷെ രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത. അച്ഛാ, അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ആ സിയുടെ മുത്തശ്ശിയിൽ ഒരു കാര്യം ചെയ്തിരുന്നു. അവരുടെ ബോഡിക്കുള്ളിൽ ഞാനൊരു പ്രത്യേക തരത്തിലുള്ള യന്ത്രം സ്ഥാപിച്ചിരിക്കുകയായിരുന്നു, ഒരു മാന്ത്രിക യന്ത്രം. ശരിക്കും ആ മാന്ത്രിക യന്ത്രം തകർക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അത് തകർക്കപ്പെട്ടിരിക്കുകയാണ്. റിച്ചാർഡ്സൺ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ആ മാന്ത്രിക യന്ത്രം ഏതാണെന്ന് എനിക്കറിയാം. അത് നമ്മുടെ സീക്രട്ട് ഫോർമുലയിലെ. അത് തകർക്കണമെങ്കിൽ അതിശക്തരായ ആരെങ്കിലും വേണ്ടേ? അച്ഛാ, അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മളെക്കാൾ ശക്തരായ ആരോ ഒരാൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. സിയുടെ കുടുംബത്തിലെ ആ കാവൽക്കാരൻ കൊല്ലപ്പെട്ടു. സിയുടെ മുത്തശ്ശി രക്ഷപ്പെടുകയും ചെയ്തു. ആ സ്ത്രീക്ക് ഇനി 24 മണിക്കൂർ കൂടെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരുന്നത്. സിയുടെ മുത്തശ്ശിക്ക് റിച്ചാർഡ്സൺ നൽകിയിരുന്ന ടൈം കൃത്യം 5 ദിവസമാണ്. പക്ഷെ ഇവിടെ ഇതാ ആ സ്ത്രീ അതിശക്തിയായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. റിച്ചാർഡ്സൺ, ഇത് വെറുതെ വിട്ടാൻ പറ്റില്ല. അച്ഛാ, നമ്മൾ എന്ത് ചെയ്യും? റിച്ചാർഡ്സ്, നമുക്ക് ഈ വിഷയത്തെ മറ്റൊരു ശൈലിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അവിടെ നീ നിയോഗിച്ച രണ്ടുപേരെയും എനിക്കറിയാം. അവർ രണ്ടുപേരും അതിശക്തരായിരുന്നു. അവരെക്കാൾ ശക്തരായ ആളുകൾ ആരോ ആണ് അവരെ വകവരുത്തിയിരിക്കുന്നത്. അത് ആരാണെങ്കിലും ആ ആളെ കണ്ടെത്താനും ആ ആളെ വകവരുത്താനും നമുക്ക് മറ്റൊരു സംവിധാനം തേടണം. അച്ഛാ, ആരെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അവർക്കൊരു കൊട്ടേഷൻ കൊടുക്കാം. ആർക്കാ അച്ഛാ? നമുക്ക് ഷൂമി പാലസുകാരെ ഏൽപ്പിക്കാം. ഹക്സിയിലെ നമ്പർ 1 അസാസിൻ ഓർഗനൈസേഷനാണ് ഷൂമി പാലസ്. ഷൂമി പാലസിന് ഒരു ഓർഡർ കൊടുക്കാമെന്നാണ് റിച്ചാർഡ്സന്റെ പിതാവ് പറയുന്നത്. റിച്ചാർഡ്സനും അത് കേട്ടപ്പോൾ സന്തോഷമായി. പക്ഷേ ആർക്കെതിരെയാണ് ആ ഓർഡർ കൊടുക്കേണ്ടത്? ആ വിവരമാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് അവർ കടക്കുമ്പോൾ റിച്ചാർഡ്സനും ടീമും കടക്കുമ്പോൾ അവിടെ ആശുപത്രിയിൽ നീല് മുത്തശ്ശിയോടും സിയോടും സിയുടെ അമ്മയോടും സംസാരിക്കുകയാണ്. സിയുടെ മുത്തശ്ശിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പലതും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നേ ഉള്ളൂ. അവരുടെ ആത്മാവ് അവരുടെ ബോഡി തന്നെ ഉണ്ടല്ലോ. നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ധാരണയാണ്. പക്ഷേ കൈ അനക്കാനോ നാക്കനക്കാനോ അവർക്ക് പറ്റുമായിരുന്നില്ല. നീൽ അവിടെ വന്ന ആ നിമിഷം മുതൽ നീൽ അവരുടെ ബോഡി നടത്തിയ എല്ലാ കാര്യങ്ങളും അവര് കണ്ടതും കേട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ശരിക്കും ബോധ്യമുള്ള ആ മുത്തശ്ശി പെട്ടെന്ന് നീലിന് മുന്നിൽ മുട്ടുകുത്തുകയാണ്. അത് കണ്ട നീൽ അവരെ പിടിച്ചെണീപ്പിച്ചു. മുത്തശ്ശി എന്തായി ചെയ്യുന്നത്? നീൽ, നീ ശരിക്കും ഒരു ഡിവൈൻ ഡോക്ടറാണ്. നീയാണ് എന്റെ ചെറുമകൾക്ക് ഏറ്റവും അനുയോജ്യൻ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതും സിയുടെ മുഖത്ത് ശരിക്കും രക്തം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. അവളുടെ ഉള്ളിലും നീലിനോടൊരു താല്പര്യമുണ്ട്. ഇപ്പൊ ഇതാ അവളുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ അവളുടെ മുത്തശ്ശി തന്നെ ആ ഡയലോഗ് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഡയാനയും സത്യത്തിൽ ആഗ്രഹിക്കുന്നത് നീലുമായിട്ടുള്ള സിയുടെ വിവാഹമാണ്. ആ ക്വിൻ റിച്ചാർഡ്സൺ ഒരു കാരണവശാലും സിക്ക് അനുയോജ്യനയല്ല. അവനൊരു രാക്ഷസനാണ്. നീലാണ് മകൾക്ക് പറ്റിയത്. പക്ഷേ ക്വിൻ കുടുംബം അതൊരു പ്രശ്നമാണ്. ആ കാര്യം ഡയനയ്ക്ക് അറിയാം. അതുകൊണ്ട് ഡയന ഒന്നും മിണ്ടാത്തത്. പക്ഷെ ഇപ്പോ ഡയനയുടെ അമ്മയെ രക്ഷിച്ചിരിക്കുന്നത് നീലാണ്. നീൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തേ പറ്റൂ. ആ കാര്യം ഓർമ്മ വന്ന ഡയന നീലിനോട് പറഞ്ഞു, നിന്നോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. നീൽ, നീ എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. നിന്റെ കടം ഞാൻ എങ്ങനെ വീട്ടേണ്ടത്? അങ്ങനെ ഡയന ചോദിച്ചതും സിയ പെട്ടെന്ന് പറയുകയാണ്, അമ്മ അത് വേണ്ട, അവൻ ഒരു ദിവസം എന്നോടൊപ്പം കിടന്ന് എന്ന ഡയലോഗ് സിയുടെ നാക്കിന്ന് വീണതും സിയ അറിയാതെ നാക്ക് കടിച്ചുപോയി. ഒരു ദിവസം സിയും നീലും ഒരുമിച്ച് ഒരു ബെഡിലുണ്ടായിരുന്നു. അത് വളരെ യാദൃശ്യവശാൽ സംഭവിച്ചൊരു കാര്യവുമാണ്. സിയുടെ അനുവാദം വാങ്ങാതെ സിയുടെ ബെഡിൽ കയറി കിടന്നു എന്നാണ് സിയ നീലിനെ ആരോപിക്കുന്ന കാര്യം. നീല് തിരിച്ചും പറയും. അവർ രണ്ടുപേരും ആ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ കഥയാകെ മാറിപ്പോയി. സിയയ്ക്കൊപ്പം നീലും
ഒരേ ബെഡിൽ ഉണ്ടായിരുന്നു, ഒരേ ബെഡിൽ ശയിച്ചു എന്ന ശൈലിയില ഇവിടെ ഇപ്പോ സിയുടെ വായിന്ന് വീണ വാക്കുകൾ അനലൈസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുക. സിയ താൻ പറഞ്ഞു പോയ കാര്യം ആലോചിച്ച് പെട്ടെന്ന് കൈകൾ രണ്ടും കൊണ്ട് മുഖം അങ്ങ് പൊത്തി. ശരിക്കും അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുമ്പോൾ ഡയാനയും അതുപോലെ സിയുടെ മുത്തശ്ശിയും സിയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഹേയ് സിയ, അതിന് നാണിക്കനെന്തിരിക്കുന്നു എന്ന് അവർ ചോദിക്കുമ്പോഴേക്കും നീല് പതുക്കെ അവിടെ നിന്ന് മുങ്ങി. ഇനി അവിടെ നിന്നാൽ കാര്യം ശരിയാകില്ല എന്ന് നീലിന് നന്നായിട്ട് അറിയാം. നീല് അവിടെ നിന്ന് നേരെ പോയത് നീലിന്റെ വസതിയിലേക്കാണ്. നീല് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സ്റ്റീവിനെ വിളിച്ചു. സ്റ്റീവാണ് ഹോസ്പിറ്റലിൽ നിന്ന് നീലിനെ വസതിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്. ഈ സമയത്ത് അവിടെ ആ കുൻലാൻ മലയിൽ റിച്ചാർഡ്സണും ടീമും ആ കാര്യം അറിഞ്ഞു. റൂട്ട് കുടുംബത്തിൽ സാക്ഷാൽ നീൽഗിരി എത്തിയിരുന്ന കാര്യമാണ് അവരറിയുന്നത്. നീൽഗിരി എത്തിയതിനു ശേഷമാണ് അവിടെയുള്ള ക്വിൻ കുടുംബത്തിലെ രണ്ടാളുകളും കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെയാണ് നീൽഗിരി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് അവിടെ സിയുടെ മുത്തശ്ശി ആ മാന്ത്രിക അസുഖത്തിൽ നിന്ന് പുറത്തു കടന്നത്. ശരിക്കും ഒരു മാന്ത്രിക പൂട്ടിട്ട് റിച്ചാർഡ്സൺ സിയുടെ മുത്തശ്ശിയെ പൂട്ടിയതാണ്. ആ പൂട്ടാണ് നീല് തകർത്തിരിക്കുന്നത്. റിച്ചാർഡ്സന്റെ പൂട്ട് തകർക്കാൻ കഴിഞ്ഞ നീല് ശരിക്കും ശക്തനാണെന്ന് റിച്ചാർഡ്സനും അതുപോലെ റിച്ചാർഡ്സന്റെ പിതാവിനും അറിയാം. അവർക്ക് പക്ഷെ ഇപ്പോ അവിടെ ജെൻ സിറ്റിയിലേക്ക് മടങ്ങിപ്പോയി നീലിനോട് എതിരിടാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് അവര് ഷൂമി പാലസിനെ തേടി ഇറങ്ങിയത്. ഷൂമി പാലസിന് കൊല്ലുന്ന ആളുടെ ഇൻഫർമേഷൻ കൂടി അവര് ഹാൻഡ് ഓവർ ചെയ്തു. ഈ സംഭവവികാസങ്ങളൊന്നും നീൽ അറിയുന്നില്ല. നീല് വീട്ടിലേക്ക് മടങ്ങിയെത്തി. അല്പസമയം കഴിഞ്ഞതും കൾട്ടിവേഷനും സ്റ്റാർട്ട് ചെയ്തു. നീല് കിട്ടുന്ന സമയത്തൊക്കെ ആ കറുത്ത സ്റ്റോണ് പുറത്തെടുത്ത് ആ കറുത്ത സ്റ്റോണിന്റെ സഹായത്താൽ സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്ത് തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നീല് ആ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിന്റെ 3ാമത്തെ ലെവലിന്റെ പീക്കിൽ എത്തിയെന്ന് പറയാം. ആ പീക്കിൽ എത്തിയിട്ടും അവിടെ ബ്രേക്ക് ചെയ്യാൻ നീലിന് പറ്റുന്നില്ല. ഇപ്പോഴാണ് നീലിന് ആ കാര്യം മനസ്സിലാവുന്നത്. മുകളിലോട്ട് പോകുന്നതോറും ഓരോ ലെവലും ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് പാടാണ്. സോൾ ഓപ്പണിംഗ് സ്റ്റേജിൽ നീല് ഓരോ ലെവലുകളും കടന്നുപോയത് അതിവേഗതയിലായിരുന്നു. ഇവിടെ ഇപ്പൊ ഈ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് നീല് കടന്നിട്ട് യാത്ര അത്ര വേഗത്തിൽ സംഭവിക്കുന്നില്ല. ലെവലുകളുടെ ബ്രേക്കിംഗ് അത്ര എളുപ്പം നടക്കുന്നില്ല എന്നർത്ഥം. നീല് ഉടൻ തന്നെ ആ സംസാര ഗ്രേവ് യാർഡ് നോക്കി. ആ ഗ്രേവ് യാർഡിനകത്ത് വളരെ വ്യക്തമായി നല്ല തിളക്കത്തിൽ ഇപ്പോ ഒരു പേര് കാണാം. ഷെംസ്ഫോർഡ് ബ്ലാക്ക് ഇൻഫർണോ സെക്ഷൻ. നല്ല തിളങ്ങി നിൽക്കുന്ന ആ പേര് കണ്ടപ്പോ നീലിന് കാര്യം മനസ്സിലായി. ഇപ്പോ തനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആക്ടിവേറ്റ് ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. ആ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ആള് പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോഡി ആക്ടിവേറ്റ് ചെയ്യാവൂ. എന്തായാലും ഏത് സാഹചര്യത്തിലും തനിക്ക് സപ്പോർട്ടായി ഇപ്പൊ ഇതാ ഒരാളുണ്ട്. നേരത്തെ വന്ന ലിയോ ആന്റിൻ അതിശക്തനായിരുന്നു. ലിയോ ആന്റിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകൾ ലിയോ ആന്റിനേക്കാൾ ശക്തരാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫോർണോ സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററായ ഷെംസ്ഫോർഡ് ബ്ലാക്ക് ലിയോ ആന്റിനേക്കാൾ ശക്തനായിരിക്കും. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നീല് ആ കലറയിൽ എഴുതിയിരിക്കുന്ന ബാക്കി വാക്കുകൾ വായിക്കുമ്പോൾ നീലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരികയാണ്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, എവരിത്തിങ് ഈസ് ഇൻഫ്ലമബിൾ. എല്ലാം അഗ്നിക്ക് വിധേയമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തിനേയും കത്തിച്ച് ശാമ്പലാക്കാനുള്ള ശേഷി തീക്കുണ്ട്. ആ തീയാണ് ഞാൻ എന്നാണ് ഷെംസ്ഫോർഡ് ബ്ലാക്ക് പറയാതെ പറയുന്നത്. അത് വായിച്ചപ്പോൾ ഒരു വല്ലാത്ത കൂടുതൽ നീലിൽ ഉണ്ടാവുകയാണ്. നീല് ആ ഷെംസ്ഫോർഡ് ബ്ലാക്കിന്റെ ശക്തിയെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതുപോലെ നീലിന് തോന്നിയത്. ആ വീടിനകത്തോ വീടിന് പുറത്തോ ആര് വന്നാലും നീല അറിയും. നീല ഉടൻ തന്നെ ആ ബ്ലാക്ക് സ്റ്റോൺ ഒളിപ്പിച്ചതിന് ശേഷം വീടിന്റെ വാതിലിനടുത്തേക്ക് വന്നു. വീടിന്റെ മുൻവശത്തെ വാതിലിന് അടുത്തേക്ക് വന്നതും നീല ആ കാഴ്ച കാണുകയാണ്. ആ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടതും നീലിന്റെ കൈ ഒന്ന് അനങ്ങി. നീലിന്റെ കൈ പെട്ടെന്നാണ് ഒരു വിൻഡ് ബ്ലേഡ് സൃഷ്ടിച്ചത്. ആ മുറിക്കകത്തുള്ള വായുവിനെ ഒരു ബ്ലേഡായി കൺവെർട്ട് ചെയ്ത് നീൽ ഒരു പ്രത്യേക ദിശയിലേക്ക് അതിവേഗം ചലിപ്പിച്ചതും മറുഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു, നീൽ ഞാനാണ്. അങ്ങനെ കേട്ട ആ ശബ്ദത്തിന്റെ ഉടമ ആ വിൻഡ് ബ്ലേഡ് നിർവീര്യമാക്കുകയും ചെയ്തു. നീൽ നോക്കുമ്പോൾ അത് സാക്ഷാൽ ഹാൻസികയാണ്, ലൂ ഹാൻസിക. നേരത്തെ ഒരു ദിവസം രാത്രി ആ വീട്ടിലേക്ക് വന്ന അതേ ഹാൻസിക. അന്ന് ഹാൻസികയെ ഫോളോ ചെയ്തു വന്ന ആളുകളിൽ നിന്ന് നീൽ രക്ഷിച്ചിരുന്നു. ആ ലേഡിയാണ് ഇപ്പോ ആ ബിൽഡിങ്ങിനകത്ത് കടന്നിരിക്കുന്നത്. നീലിന്റെ വാതിൽ സാധാരണ അങ്ങനെ ആൾക്കാർക്ക് തകർക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ ആ വാതിൽ തകർക്കാതെ ആ വാതിൽ തുറന്നാണ് ഹാൻസിക അകത്ത് കടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഹാൻസികയ്ക്ക് നേരെ നീൽ ഉപയോഗിച്ച ആ വിൻഡ് ബ്ലേഡിനെ ഹാൻസിക നിർവീര്യമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് നീലിനെ ചിരിപ്പിച്ചത്. ഹാൻസിക നീലിനോട് പറഞ്ഞു,
നിന്റെ പേര് നീൽഗിരി എന്നാണല്ലേ? ഏയ്, നീ എങ്ങനെയാ ഇതിനകത്തേക്ക് കടന്നത്? അങ്ങനെ ചോദിച്ച നീല് പെട്ടെന്ന് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഹാൻസിക്ക് പിടികിട്ടുമ്പോ ഹാൻസിക്ക് മറികടന്ന് നീല് ആ മുൻവശത്തെ വാതിലിനടുത്തെത്തിയ നീല് അതിശക്തമായ ഒരു ഒറ്റ ഇടി ആ വാതിലിലേക്കാണ് നീല് ആഞ്ഞിടിച്ചത്. ആ ഒറ്റ ഇടിയിൽ ആ വാതിൽ കഷ്ണങ്ങളായി ചിതറി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് നീൽ ആ വാതിലേക്ക് ആഞ്ഞിടിച്ചത്. അമ്പരപ്പോടെ ഹാൻസിക നീലിന്റെ ആ പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോൾ നീല് ആ വാതിലിന്റെ പുറകിൽ നിന്ന് ഒരാളെ വലിച്ച് പുറത്തേക്കെടുത്തു. നീല് വലിച്ച് പുറത്തേക്കെടുക്കുന്ന ആ ആളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. നീല് അയാളെ വലിച്ച് പുറത്തേക്കെടുക്കുമ്പോഴേക്കും അയാളെ കത്തി നീല് നേരെ വീശിക്കഴിഞ്ഞു. ആ കത്തി നീലിന്റെ തൊട്ടടുത്തെത്തിയതും ഇടത് കൈ കൊണ്ട് നീല് അയാളുടെ റിസ്റ്റിലങ്ങ് പിടിച്ചു. നീലിന്റെ വലത് കൈ അയാളുടെ കോടറിലും ഇടത് കൈ ഇപ്പോൾ അയാളുടെ റിസ്റ്റിലുമാണ്. അടുത്ത നിമിഷത്തിൽ ആ ഇടത് കൈ ഒന്ന് ചലിച്ചു. നീലിന്റെ ഇടത് കൈ ഒന്ന് ബലം പ്രയോഗിച്ചതും ആ മനുഷ്യന്റെ കത്തിയിരിക്കുന്ന കൈ ടക് ടക് എന്ന ശബ്ദത്തോടെ പൊട്ടി. നീല് അവന്റെ ഷോൾഡർ പിടിച്ച് താഴേക്ക് ഒരു ഒറ്റ വരി. ഒരു ശബ്ദത്തോടെ അയാള് ആ പൊട്ടി വീണ വാതിന് മുന്നിൽ തറയിലിടിച്ച് അങ്ങനെ വീഴുകയാണ്. തറയിലേക്ക് വീണ അവന്റെ മുഖത്തേക്ക് കാല് അമർത്തിച്ചവിട്ടിയ നീല് തിരിഞ്ഞ് ഹാൻസിയോട് ചോദിച്ചു, ആരായവൻ? നീൽ, ഞങ്ങൾ രണ്ടുപേരും ഷൂമി പാലസിന്നാണ്. ഷൂമി പാലസോ? നീൽ, നിന്നെ അവസാനിപ്പിക്കാനായി ഷൂമി പാലസിന് ഒരു കൊട്ടേഷൻ കിട്ടിയിരിക്കുകയാണ്. നിന്റെ പേരുള്ള കൊട്ടേഷൻ ആണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇവനും ആ കൊട്ടേഷൻ എടുക്കുമെന്ന് ഞാൻ തീരെ അറിഞ്ഞിരുന്നില്ല. ആ കൊട്ടേഷനെ കുറിച്ച് നിന്നോട് പറയാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ എത്തിയത്. അത് കേട്ടതും നീലിന്റെ കാലിന്റെ അടിയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഹാൻസികയോട് പറഞ്ഞു, ഹാൻസിക, കൊല്ലവനെ. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും നീല് കാലൊന്ന് ആഞ്ഞമർത്തി. ടക്കെന്ന ശബ്ദത്തോടെ ആ മനുഷ്യന്റെ തല ആ തറയിലേക്ക് അങ്ങ് ചേർന്നു. ഒറ്റ ചവിട്ടിന് നീല് അയാളുടെ തല തകർക്കുകയായിരുന്നു. ഹാൻസിക ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഇതേ ശൈലിയിൽ ഒരാളുടെ തല ചവിട്ടി തകർക്കുന്നത് അവൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാൻസികയുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ട്. ഹാൻസികയെ ഒന്ന് നോക്കിയിട്ട് നീല് ഹാൻസിയോട് പറഞ്ഞു, വേഗം ഈ ബോഡി എടുത്ത് സ്ഥലം വിട്ടോ. നീൽ, ഞാൻ നിന്നെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ഈ ബോഡി എടുത്ത് സ്ഥലം വിട്ടോ. ഈ ഹാക്സിയിലെ ഏറ്റവും വലിയ അസാസിൻ ഓർഗനൈസേഷന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ആളാണ് ലു ഹാൻസിക. അവൾക്ക് നീലിനോടൊരു കടപ്പാടുണ്ട്. കഴിഞ്ഞ ദിവസം അവളെ രക്ഷിച്ചത് നീലാണ്. അസാസിൻ ഓർഗനൈസേഷനിൽ പുതിയ പുതിയ കൊട്ടേഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെ കൊല്ലാനുള്ള ആളുകളുടെ കൊട്ടേഷൻ കിട്ടിയപ്പോൾ ഈ ജിയാങ് പ്രൊവിൻസിലായതുകൊണ്ട് ഹാൻസിക ചെക്ക് ചെയ്തപ്പോൾ അത് അവർക്ക് പരിചയമുള്ള നീൽഗിരിയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് പരിചയമുള്ളത് നീൽഗിരിയുടെ മുഖമാണ്. നീലിന്റെ ആ പേരൊന്നും അവർക്ക് അറിവുള്ളതല്ല. അവൾ യഥാർത്ഥത്തിൽ നീൽഗിരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സത്യം. പേര് കണ്ടതും അവള് നീലിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവള് ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത്. നീലിനോട് കാര്യം പറയാനായിട്ടാണ് അവൾ എത്തിയത്. പക്ഷെ ഇപ്പോ അവൾ പോലും അറിയാതെ വേറൊരാൾ കൂടി ആ കൊട്ടേഷൻ എടുക്കുകയും അവിടെ എത്തുകയും ചെയ്തിരിക്കുകയാണ്. നീല് അവളോട് ആ ബോഡിയുമായി പുറത്തു പോകാൻ പറഞ്ഞതും അവള് നീലിനോട് പറഞ്ഞു, നീൽ, നിനക്ക് ഷൂമി പാലസിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ ഡയലോഗ് പറയുന്നത്. ഷൂമി പാലസ് ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ആ കൊട്ടേഷൻ നടപ്പിലാക്കും. അങ്ങനെയാണ് അവര് പേരുണ്ടാക്കിയത്. അവരൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് നടന്നിരിക്കുമെന്ന് ഒരു ഫീലുണ്ട്. ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതും അതുകൊണ്ടാണ്. ഞാൻ വേറൊരാളെ കൊന്നിട്ട് നീയാണ് കൊല്ലപ്പെട്ടതെന്ന് ഷൂമി പാലസിനെ ധരിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇവൻ കയറി വന്നത്. നീൽ, എനിക്ക് ഒറ്റ ഉപദേശമേ തരാനുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ രാജ്യം വിട്ട് എങ്ങോട്ടെങ്കിലും പോവുക. ഹാക്സിയിൽ എവിടെയാണെങ്കിലും നീ കൊല്ലപ്പെടും. ഷൂമി പാലസിലെ അസാസിൻസ് അതിശക്തരാണ്. അവൾ അത്രയും പറഞ്ഞതും നീല് ആ വാതിലിന് നേരെ കൈ ചൂണ്ടി അവളോട് പറഞ്ഞു, വേഗം. കൂടുതൽ ഡയലോഗ് ഒന്നും പറയാൻ നിൽക്കേണ്ട, സ്ഥലം വിട്ടോ എന്നാണ് നീല് പറയുന്നതിന്റെ അർത്ഥം. അവളെയും ആ ബോഡിയും അവിടെ ഉപേക്ഷിച്ചിട്ട് നീല് മുകളിലത്തിലേക്ക് അവളെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയും ചെയ്തു. താഴെ ആ ശവശരീരവും അവള് മാത്രമാണുള്ളത്. താൻ രക്ഷിക്കാൻ വന്ന നീല് കാര്യമെന്താ മനസ്സിലാക്കാത്തത്? ആ ഒരു ചോദ്യം സ്വാഭാവികമായും ഹാൻസികയുടെ മനസ്സിലുണ്ട്. താൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനി നടക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കും. അങ്ങനെ സ്വയം ചിന്തിച്ച ഹാൻസിക ആ ബോഡിയുമായി അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അദൃശ്യമായ ഒരു ശക്തി ആ വാതില് അങ്ങ് അടച്ചു. വാതില് പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിലും വാതിലിൽ പെട്ടെന്ന് ഒരു മറയുണ്ടായി. നീല് ഒരു മാന്ത്രിക മറ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഹാൻസിക പോയി ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ സോന എത്തി. സോനയുടെ ആ വരവ് നീലിനും സന്തോഷമുള്ള ഒരു കാര്യമായി മാറി. സോന വന്നോടെ തന്നെ നീലിനോട് പറഞ്ഞു, നീൽ, നീ ശരിക്കും ഉണങ്ങിയിരിക്കുകയാണ്. നിനക്ക് ഞാൻ ഉടൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കാം. അങ്ങനെ അവൾ പറയുമ്പോഴാണ് അവിടെ ആ ഹാളിലുള്ള ഒരു ഫോട്ടോയിലേക്ക് സോനയുടെ ശ്രദ്ധ തിരിയുന്നത്. ആ ഫോട്ടോ കണ്ട അവൾ പെട്ടെന്ന് നടന്ന് ആ ഫോട്ടോയുടെ അടുത്തെത്തി. അവൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്.
നീൽ, ഇത് നിങ്ങളുടെ ഫോട്ടോയില്ലേ? നീലും നീലിന്റെ അച്ഛനും അമ്മയുമുള്ള ഫോട്ടോയാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും നീലിന് ആ ഫോട്ടോ കൊടുത്തത് സാക്ഷാൽ ലീ ഷുവാനാണ്. നീലിന് ആ ഫോട്ടോ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ വഴിയില്ല. അച്ഛനും അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് നീല് കരുതിയത്. പക്ഷെ ഡ്രാഗൺ സോൾ വിചാരിച്ചപ്പോൾ ഒരു ഫോട്ടോ സംഘടിപ്പിക്കാൻ പറ്റിയായിരുന്നു. ആ ഫോട്ടോ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് മനോഹരമാക്കി നീലിന്റെ മുന്നിൽ അവർ കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നീല് ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ ആ ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ടത്. ആ ഫോട്ടോ ആദ്യമായിട്ടാണ് സോന കാണുന്നത്. സോന കൗതുകത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് നീലിനോട് ചോദിച്ചു, നീൽ, ശരിക്കും ഇത് നിന്റെ അച്ഛനും അമ്മയോ ആണ്? സോന, നീ ഇത് അങ്ങനെ ചോദിക്കുന്നത്? നീൽ, ഞാനാണ് ഇവരുടെ ബോഡി അന്ന് സെമിത്തേരി കൊണ്ടുപോയി അടക്കിയത്. സോന, നീ എന്താ പറഞ്ഞു വരുന്നത്? നീൽ, അന്ന് ആ ബോഡി അടക്കുന്ന സമയത്ത് അവരെ വൃത്തിയാക്കിയതും പെട്ടി ഒരുക്കിയതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രംഗം എന്റെ മനസ്സിൽ ഒരുപാട് കാലം അങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അവസാന വർഷത്തിലായിരുന്നല്ലോ അന്ന് സോന. അവൾ അന്ന് ആരും ഏറ്റുവാങ്ങാതിരുന്ന ആ ഡെഡ് ബോഡികൾ രണ്ടും ഏറ്റുവാങ്ങുകയും അവയെ ആ ശവക്കല്ലറയിൽ എത്തിക്കുകയും ചെയ്തത് ഇപ്പോഴും അവളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. നീലിന് അക്കാര്യം അറിയാം. നീല് സോനയോട് പറഞ്ഞു, സോന, എനിക്ക് മറക്കാനാവാത്ത ഒരു കാര്യമാണ് നീ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്തത്. നീൽ, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നീൽ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ശരിക്കും നിന്റെ അമ്മയുടെ ഈ കഴുത്തിൽ ആ കറുത്ത മറുക് ഉണ്ടായിരുന്നു? സോന, നീ എന്തായി ചോദിക്കുന്നത്? അമ്മയുടെ കഴുത്തിൽ ആ കറുത്ത മറുക് എപ്പോഴും ഉണ്ട്. അതല്ല നീൽ ഞാൻ ചോദിക്കുന്നത്. ആ ക്ലൗഡ് ലേക്ക് മാൻഷനിലെ ആ ഇൻസിഡന്റ് നടക്കുന്ന ദിവസം ഈ കറുത്ത മറുക് ഉണ്ടായിരുന്നു. സോന, എന്ത് ചോദ്യം നീ ചോദിക്കുന്നത്? അതൊരു പെർമനന്റ് മറുകല്ലേ, അതെങ്ങനെ മായി? നീൽ, എനിക്കെന്തോ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ ആ ദിവസം. ഞാൻ അന്ന് വൃത്തിയാക്കുന്ന സമയത്ത് ഈ മറുക് കണ്ടതായി ഓർക്കുന്നില്ല. സോന പറഞ്ഞ ആ ഡയലോഗ് നീലിന്റെ ഉള്ളിൽ ശരിക്കും കൊളുത്തി. സോന അടക്കം ചെയ്തത് അവന്റെ അമ്മയുടെ ഡെഡ് ബോഡി അല്ല എന്നാണ് സോന പറയാതെ പറയുന്നത്. നീൽ ആ കാര്യം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീൽ ഉടൻ തന്നെ സാക്ഷാൽ ലീ ഷുവാനെ വിളിച്ചു. ലീ ഷുവാനോട് നീൽ ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. എനിക്ക് ക്ലൗഡ് ലേക്ക് മാനറിൽ അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും വേണം, ഉടൻ വേണം. അങ്ങനെ നീൽ പറഞ്ഞതും ലീ ഷുവാൻ നീലിനോട് പറഞ്ഞു, നീൽ ബേസിലേക്ക് വാ. സോനയുടെ യാത്ര പറഞ്ഞ അപ്പൊ തന്നെ നീല് പുറത്തിറങ്ങി സ്റ്റീവിനെ വിളിച്ച് സ്റ്റീവുമായി ബേസിലേക്ക് തിരിച്ചു. നീല് ബേസിലെത്തുമ്പോൾ നീല് കാത്തു നിൽക്കുകയാണ് ലീ ഷുവാൻ. ഡ്രാഗൺ സോളിന്റെ ബേസാണ്, ആർമി ക്യാമ്പാണ്. ആർമി ക്യാമ്പാണെങ്കിലും ഈ ഡ്രാഗൺ സോളിന്റെ മേഖലയിൽ എല്ലാവർക്കും പ്രവേശനമില്ല. നീലിന്റെ കയ്യിൽ ആ എംബ്ലമുണ്ട്, അതുപോലെ കൂടെയുള്ള സ്റ്റീവാണ്. അതുകൊണ്ട് അതിവേഗം അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു. അവരെ കാത്തു നിൽക്കുകയാണ് ലീ ഷുവാനും ഈ യങ്ങും. നീല് ലീ ഷുവാന്റെ മുറിയിലെത്തിയതും ലീ ഷുവാൻ ഒരു കെട്ട് ഫയല് നീലിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. ആ ഫയല് കിട്ടിയതും നീല് ആ ഫയൽ എടുത്ത് വായിച്ചു തുടങ്ങി. ആ ക്ലൗഡ് ലേക്ക് മാനറിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടാണ് ആ ഫയലിനകത്തുള്ളത്. അന്ന് ആ ബാങ്കറ്റിൽ പങ്കെടുത്തിരുന്ന ആളുകളുടെ മൊഴികൾ, അവിടെ നടന്ന ആ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ എല്ലാം ആ റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നീല് ലീ ഷുവാനോട് ചോദിച്ചു, എനിക്ക് ഈ കേസ് അന്വേഷിച്ച ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റൂ? മിസ്റ്റർ ഗ്രീ, എനിക്ക് ഇതിനെ പറ്റിയ ഒരാളെ അറിയാം, പക്ഷെ ആ ആളിപ്പോ ജയിലിലാണ്. ജയിലിലോ? എന്താ സംഭവം? എന്താ കാര്യം? മിസ്റ്റർ ഗ്രീ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. കൃത്യമായി പറഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ ഡ്രാഗൺ സോളിന്റെ ജംഗൺ മേഖലയുമായി കണക്ട് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പേര് ഓങ് വിഹാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന്റെ തലേദിവസം ഒരു സംഭവം ഉണ്ടായി. അയാളുടെ മരുമകളാകേണ്ട പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു. അവള് അതിനുശേഷം അവളുടെ വീടിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഈ സംഭവം അറിഞ്ഞ് വിഹാന്റെ മകനും അവന്റെ ബിൽഡിങ്ങിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം കല്യാണം നടക്കേണ്ട ആ 2 വീടുകളിലും ശരിക്കും ആ സംഭവം വല്ലാത്തൊരു സങ്കടമാണ് ഉണ്ടാക്കിയത്. വിഹാൻ ആകെ തകർന്നുപോയി. വിഹാൻ അയാളുടെ കണക്ഷൻസ് ഉപയോഗിച്ചു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വിഹാന്റെ മരുമകളെ റേപ്പ് ചെയ്ത ആളെ അയക്ക് കിട്ടി. അത് ഈ മാർഷൽസ് അസോസിയേഷൻ പ്രസിഡന്റ് ചാങ് ആവോയുടെ മകനാണ്. അവനൊരു തരികിടയാണ്, ഒരു പക്കത്തെമ്മാടിയാണ്. അവൻ ഈ വിഹാന്റെ മരുമകളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യായിരുന്നു. എന്നിട്ട് അവളെ റോഡ് സൈഡിൽ ഉപേക്ഷിച്ച് അവൻ കടന്നുപോയി. അവളുടെ വീട്ടിലേക്ക് എത്തി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തതാണ്. ചാങ് ആവോയുടെ മകനാണ് തന്റെ കുടുംബം നശിപ്പിച്ചതെന്ന് അറിഞ്ഞ വിഹാൻ ചാങ് ആവോയുടെ അടുത്തേക്ക് ഓടിയെത്തി. പക്ഷെ അവിടെ ഓടിയെത്തിയ അയാളെ പിന്നീട് നമ്മൾ കാണുന്നത് ജയിലിലാണ്. ഒരുപാട് കുറ്റങ്ങളൊക്കെ ചുമത്തി വിഹാനെ ജയിലിലാക്കുകയാണ് ചെയ്തത്. ചാങ് ആവോയ്ക്ക് ഈ ജംഗ് പ്രൊവിൻസിനകത്തുള്ള സ്വാധീനം എത്രയുണ്ടെന്ന് ഇപ്പോ
മിസ്റ്റർ ഗ്രീക്കും മനസ്സിലായി കാണുമല്ലോ. കഥ കേട്ട് കഴിഞ്ഞതും ലിയോട് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. എനിക്ക് ആ വ്യക്തിയെ ഒന്ന് കാണണം. ഡ്രാഗൺ സോളിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ് നീൽ ആവശ്യപ്പെട്ടത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീലിനെ സമീപത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. ആ ബിൽഡിങ്ങിൽ നീല് ഒരു മുറി ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരാളെ കൊണ്ടുവന്നു. അയാളുടെ കൈകൾ വിലങ്ങ് വെച്ചിട്ടുണ്ട്. ആ ആളെ മുറിയിലേക്ക് കൊണ്ടുവന്നതും യങ് നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഇതാണ് വീഹാൻ. യങ് അങ്ങനെ പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ നീലും വീഹാനും മാത്രമാണ് ആ മുറിയിലുള്ളത്. വീഹാൻ ആളുകളെയൊക്കെ ആക്രമിക്കുന്നു, ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഹാനെ ജയിലിലാക്കിയിരിക്കുന്നത്. ടാങ് ആവോ അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജഡ്ജിമാരെ ഉൾപ്പെടെ സ്വാധീനിച്ചാണ് ശരിക്കും വീഹാനെ ജയിലിലാക്കിയിരിക്കുന്നത്. വീഹാനുമായി ബന്ധപ്പെട്ട എന്ത് ആക്ഷൻ ഉണ്ടായാലും ആ സമയം ടാങ് ആവോ അറിയും. അത്രയ്ക്ക് ബന്ധങ്ങൾ അയാൾക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഡ്രാഗൺ സോളിന്റെ സ്വന്തം ഓഫീസറായിട്ട് പോലും ഡ്രാഗൺ സോളിന് വീഹാനെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നതാണ് സത്യം. വീഹാൻ അവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടു. അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റമില്ല. അയാളെ ഒന്ന് നോക്കിയിട്ട് നീല് അയാളോട് പറഞ്ഞു, മിസ്റ്റർ വീഹാൻ, എന്റെ പേര് നീൽ ഗ്രീ എന്നാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്ലൗഡ് ലേക്ക് മാനറിൽ എന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീല് പറഞ്ഞ ആ ഡയലോഗ് കേട്ടതും വീഹാൻ നീലിനൊന്ന് നോക്കിയിട്ട് അയാൾ വന്ന വഴിയിലേക്ക് നടക്കാൻ പോയതും നീല് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ വീഹാൻ, നമുക്ക് ഒരു കരാർ വയ്ക്കാം. എനിക്കറിയാം നിങ്ങളുടെ മകനും മകൾക്കും സംഭവിച്ച ദുരന്തം നിങ്ങളെ മാനസികമായി തളർത്തിയെന്ന്. നിങ്ങളുടെ മരുമകളെ നശിപ്പിച്ച് നിങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദിയായ ആ ടാങ് ആവോയുടെ മകനെ, അല്ല അയാളുടെ തല ഞാനിവിടെ കൊണ്ടുവരാം. അത് ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മതി. 1 മണിക്കൂറിനകം ഞാനിവിടെ എത്താം. അങ്ങനെ പറഞ്ഞിട്ട് നീല് വീഹാനെ നോക്കുപോലും ചെയ്യാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡ്രാഗൺ സോളിന്റെ ചീഫ് ഇൻസ്പെക്ടറായ നീലിന് ഇപ്പോ ടാങ് ആവോയുടെ മകൻ എവിടെ ഉണ്ടെന്ന് കൃത്യമായി അറിയാം. ആ യങ് സിറ്റിയിലെ ഹൗട്ടൺ ഹോട്ടലിലെ 22ാമത്തെ നിലയിലെ 3-ാം നമ്പർ സ്യൂട്ടിൽ ആ ചെറുപ്പക്കാരനുണ്ട്. ടാങ് ആവോയുടെ ആ തലതെറിച്ച പുത്രൻ. ആ മുറി പൂട്ടിയിരിക്കുകയാണ്. മുറിയുടെ പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്. പുറത്ത് നിൽക്കുന്ന ആള് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് വ്യക്തമാണ്. അയാൾക്ക് ലേശം പ്രായമുണ്ട്. ടാങ് ആവോയുടെ മകൻ ടാങ് യുവാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു താല്പര്യവും കാണിക്കാത്ത കഥാപാത്രമാണ്. അവന് താല്പര്യമുള്ളത് ഒരേ ഒരു സംഭവത്തോട് മാത്രമാണ്. അത് സുന്ദരികളായ സ്ത്രീകളാണ്. സുന്ദരികളായ സ്ത്രീകളെ എവിടെ കണ്ടാലും അവൻ തട്ടിക്കൊണ്ടുപോകും. അറിയപ്പെടുന്ന കുടുംബങ്ങളിൽ പല പെമ്പിള്ളരെയും അതുപോലെ ഈ ടാങ് ആവോയുടെ മകൻ ടാങ് യുവാൻ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ടാങ് ആവോയുടെ എതിരിടാൻ പറ്റാത്തതുകൊണ്ട് ആ സംഭവം അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. ചില പെൺകുട്ടികളൊക്കെ യുവാന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നിടയിൽ അവന്റെ ആളുകളെ കൊല്ലപ്പെടുകയോ ബിൽഡിങ്ങിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്യും. ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. ഒരാളും ടാങ് ആവോയുടെ ആ മകനെ തൊടാറില്ല. ഇപ്പോ ടാങ് ആവോയുടെ ആ മുറിക്കുള്ളിൽ ഒരു സുന്ദരിയുണ്ട്. അവര് ആ മുറിയിൽ ഉണ്ടാക്കുന്ന ശബ്ദം പുറത്തേക്കുന്ന ആ പ്രായമുള്ള മനുഷ്യൻ കേൾക്കുന്നുണ്ട്. അയാള് അറിയാതെ പറഞ്ഞു പോവുകയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം ഉണ്ട്, പക്ഷേ വകതിരിവ് അത് മാത്രമില്ല. ഈ യങ് മാസ്റ്റർക്ക് കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബോധം ഉണ്ടായേനെ. അങ്ങനെ പരിതപിക്കാനേ പുറത്തു നിൽക്കുന്ന ആ കക്ഷിക്ക് പറ്റൂ. അയാൾക്ക് വ്യക്തമായ നിർദ്ദേശം ടാങ് ആവോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടാങ് ആവോയ്ക്ക് ഏതാണ്ട് വയസ്സുകാലത്ത് ജനിച്ച പുത്രനാണ് കുലം മുടിക്കാനായി ഇറങ്ങിയിരിക്കുന്ന ടാങ് യുവാൻ. ആ യുവാന് ഒന്നും സംഭവിക്കാതെ സംരക്ഷിക്കാനായി ടാങ് ആവോ ഏർപ്പാട് ചെയ്തിരിക്കുന്ന അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റാണ് ശരിക്കും ഈ ടാങ് കുടുംബത്തിൽ തന്നെ ടാങ് ഹാൻസൺ. യുവാന്റെ അങ്കിളായിട്ട് വരും ഈ ഹാൻസൺ. ടാങ് ഹാൻസൺ തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം ഇപ്പോ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. രാത്രി 8 ആകുമ്പോൾ എവിടെയാണെങ്കിലും യുവാനെ വീട്ടിലെത്തിച്ചിരിക്കണമെന്ന് ടാങ് ആവോ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാള് വാച്ചിലേക്ക് നോക്കിയത്. യങ് മാസ്റ്റർ ഇതുവരെയും വാതിൽ തുറന്നില്ലല്ലോ. സമയം 7:45. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ടാങ് ഹാൻസൺ ആ വാതിൽ മുട്ടനായി തിരിയുമ്പോഴാണ് കോറിഡോറിലൂടെ നടന്നു വരുന്ന ഒരാളിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിയുന്നത്. ഈ ടാങ് യുവാൻ മുറിയെടുത്തു കഴിഞ്ഞാൽ അവൻ പോകുന്നവരെ ആ കോറിഡോറിലേക്ക് വേറെ ആരെയും സാധാരണ കയറ്റി വിടാറില്ല. പുറത്ത് കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരേക്ക് മറികടന്ന് ഒരാളിത്ത ആ കോറിഡോറിലൂടെ നടന്നു വരികയാണ്. അത് കണ്ടപ്പോ ഒരു അസ്വസ്ഥത ടാങ് ഹാൻസന് തോന്നി. തൊപ്പി വെച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ അപകടകാരിയാണെന്ന് തോന്നിയതും ഹാൻസൺ അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ എന്തിനാ ഇവിടേക്ക് വരുന്നത്? ആ 22ാം നിലയിൽ ആ കോറിഡോറിൽ വേറെ മുറികളിൽ ആരും ഉണ്ടാകരുതെന്ന് യുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വരിയിൽ ഒരു മുറിയിലും ആളെ എടുത്തിട്ടില്ല. അപ്പോ അവിടേക്ക് വരുന്ന ചെറുപ്പക്കാരൻ
ഉറപ്പായിട്ടും യുവാന്റെ മുറിക്ക് നേരെയാണ് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വാതിലിന് മുന്നിലേക്ക് കയറുന്നെന്ന് ആ ചാങ് ഹാൻസൺ ആ ചോദ്യം അവിടേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അകത്ത് ആ യുവാനില്ലേ, ഏയ് യങ് മാസ്റ്ററെ കുറിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ചോദിച്ച ഹാൻസൺ ആ നിമിഷത്തിൽ ലൈറ്റനിങ് വേഗതയിൽ ഒരു കത്തി പുറത്തെടുത്തിരുന്നു. വന്നിരിക്കുന്ന ആളുടെ ആ ശബ്ദത്തിന്റെ ടോൺ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹാൻസൺ ആ കത്തി പുറത്തെടുത്തത്. അവനെ അധികനേരം സംസാരിപ്പിക്കാൻ നിൽക്കാതെ അവസാനിപ്പിക്കാനായി ഹാൻസൺ ആ കത്തിയുമായി വായുവിലേക്ക് ഉയർന്ന് ആഞ്ഞ് വെട്ടുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുഖം അയാൾ വ്യക്തമായി കണ്ടു. അത് കണ്ടതും ശരിക്കൊരു വിറയൽ അയാളുടെ ബോഡിയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ആ കത്തി പിടിച്ചിരിക്കുന്ന കയ്യിൽ നീലിന്റെ കൈ പിടിച്ചു കഴിഞ്ഞു. ആ കൈയിലേക്ക് പിടിച്ച നീല് കൈ ഒന്ന് ചരിച്ച് ഒരു വലി ആ മനുഷ്യന്റെ കഴുത്തിലൂടെ ആ കത്തി അങ്ങ് കടന്നുപോയി. അടുത്ത നിമിഷത്തിൽ നീലിന്റെ കാല് ഒന്ന് ഉയർന്നു താണു. ഒരു ശബ്ദത്തോടെ ആ മനുഷ്യൻ ആ മുറിയുടെ വാതിൽ തകർത്ത് അകത്തേക്ക് വന്നു വീഴുകയാണ്. തകർന്നു വീണ വാതിലിലൂടെ നീല് അകത്തേക്ക് കിടക്കുമ്പോൾ അവിടെ കിടക്കയിൽ ഏതാണ്ട് അല്പവസ്ത്രധാരിയായി ഒരു സ്ത്രീയും അതേ ശൈലിയിൽ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. അവർ രണ്ടുപേരും ശരിക്കും ഭയന്നിരിക്കുകയാണ്. അമ്പരപ്പോടെ ഷഡ്ഡി മാത്രം ഇട്ടിരിക്കുന്ന യുവൻ ചാടി എണീറ്റ് നീലിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? അങ്ങനെ അവൻ ചോദിക്കുമ്പോൾ അവൻ ആ കാഴ്ച കണ്ടു. കഴുത്ത് അറ്റ് തറയിൽ കിടക്കുന്ന അവൻ അങ്കിൾ എന്ന് വിളിക്കുന്ന ചാങ് ഹാൻസനെ. ചാങ് ഹാൻസൺ അതിശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ഈ ഹാക്സിയുടെ റാങ്ക് ലിസ്റ്റിൽ 250ാമത് റാങ്കുകാരനാണ് ഹാൻസൺ. ആ 250ാം റാങ്കുകാരനാണ് ഇതാ കഴുത്തറ്റ് അവിടെ കിടക്കുന്നത്. ആ കാഴ്ച കണ്ട് യുവാന്റെ ബോഡിയിൽ ഒരു വിറയൽ ഉണ്ടാകുമ്പോൾ ശരിക്കും ഭയന്ന് കണ്ണു തള്ളി ആ സ്ത്രീ അമ്പരപ്പോടെ നീലിനെ നോക്കുമ്പോൾ നീലിന്റെ ഇടത് കൈ ഒന്ന് ചലിച്ചു. ആ ഇടത് കൈയുടെ ചലനത്തിനൊപ്പം നീലിന്റെ കയ്യിൽ നിന്ന് ഒരു സിൽവർ നീഡിൽ ലൈറ്റനിങ് വേഗതയിൽ ആ സ്ത്രീയുടെ കഴുത്തിന്റെ ഭാഗത്തായി പാഞ്ഞു കയറി. എന്താണ് സംഭവിച്ചതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകും മുമ്പ് അവൾ ആ കിടക്കയിലേക്ക് വീണു. അവളുടെ ബോധം താൽക്കാലികമായി നീലൊന്ന് മയക്കിയതാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യം ആ സ്ത്രീ കാണാൻ പാടില്ല എന്ന് നീലിന് നിർബന്ധമുണ്ടെന്ന് വ്യക്തം. ഒരു ശബ്ദത്തോടെ കിടക്കയിലേക്ക് വീണ ആ സ്ത്രീയിലേക്കും താഴെ വീട് കിടക്കുന്ന കഴുത്തറ്റ അവന്റെ ബോഡി ഗാർഡിലേക്കും ആ ചെറുപ്പക്കാരിലേക്കും നോക്കിയ യുവൻ ശരിക്കും വിറയ്ക്കുകയാണ്. യുവൻ രണ്ട് കൈയും കൂപ്പി നീലിനോട് പറഞ്ഞു, ബ്രദർ പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുത്, ഞാൻ ചാങ്കാവൂടെ മകനാണ്. അത് കേട്ടതും നീല് അവനോട് പറഞ്ഞു, നീ ആരുടെ മകനാണ് എന്നത് എന്റെ വിഷയമല്ല. ഒരു കാര്യത്തിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി. നിനക്ക് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് നീ കൊലപ്പെടുത്തിയ ആ വീഹാൻ കുടുംബത്തിലെ ആളുകളെ ഓർമ്മയുണ്ടോ? വീഹാൻ കുടുംബം എന്ന് കേട്ടതും ആ ചെറുപ്പക്കാരൻ ഒന്നുകൂടി ഒന്ന് വിറച്ചു. അവന് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായതാണ്. ഡ്രാഗൺ സോളിന്റെ അവിടെ ആ ജെൻ സിറ്റിയിലെ ഓഫീസർ വീഹാന്റെ മരുമകളാണ് അന്ന് അവന്റെ ആക്രമണത്തിന് വിധേയമായത്. അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഒരുപാട് സമയമെടുത്തിരുന്നു. പക്ഷെ അവന്റെ പിതാവ് ചാങ് ആവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ മറികടക്കാൻ പറ്റി. അവൻ വീഹാൻ എന്ന് കേട്ടതും ഞെട്ടി വിറയ്ക്കുന്നത് കൃത്യമായി നീല് കണ്ടു. നീലിനെ കളയാൻ സമയമില്ല. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുമ്പോൾ നീല് അവന്റെ തൊട്ടു മുന്നിലുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് യുവാൻ ഒരു പിടിയില്ല. നീലിന്റെ വലത് കൈയിലെ 5 വിരലും ഇപ്പോ അവന്റെ തലയിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവന്റെ തലയിലേക്ക് ശക്തമായി ആ വിരലമർത്തിയ നീല് അടുത്ത നിമിഷത്ത് ആ തല ഒരൊറ്റ കറക്ക്, ശരിക്കും ഒരു പന്ത് പിടിച്ച് കറക്കും പോലെ നീല് ആ തല കറക്കി ഒരു വരി. ഒരു ശബ്ദത്തോടെ ആ തല നീലിന്റെ കയ്യിലേക്ക് വന്നു. ആ തല കയ്യിലേക്ക് അടർന്നു വന്നതും അവിടുത്തെ കട്ടലിലേക്ക് നീലിന്റെ ഇടത് കൈ ചെന്നു. അടുത്ത നിമിഷം ആ കട്ടന്റെ പകുതി നീലിന്റെ കയ്യിലെത്തി. ആ കട്ടനിൽ ആ തല പൊതിഞ്ഞിട്ട് നീല് കൂളായി താഴെ വീണ ആ തലയില്ലാത്ത ബോഡി മറികടന്ന് പുറത്തേക്ക് നടക്കുകയാണ്. ആ തലയില്ലാത്ത ബോഡി മറികടന്ന് അവിടെ ആ വാതിലിന് മുകളിൽ കൂടി വീണ് കിടക്കുന്ന ആ ടാങ് കുടുംബത്തിലെ മാർഷൽ ആർട്ടിസ്റ്റിനെ മറികടന്ന് കോറിഡോറിലേക്ക് എത്തി. നീല് ആ ചുരുട്ടിപ്പിടിച്ച തുണിയുമായി ആ കോറിഡോറിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ നീല് വീണ്ടും ഡ്രാഗൺ സോളിലെ ആ ബിൽഡിങ്ങിലെത്തി. നീല് ഡ്രാഗൺ സോളിലെ ബിൽഡിങ്ങിൽ ആ വീഹാനുള്ള മുറിയിലെത്തി. വീഹാന്റെ മുന്നിലേക്ക് നീല് ആ തുണി നീക്കിയിട്ടു. വീഹാൻ, ദാ നിങ്ങൾ ആവശ്യപ്പെട്ട സംഭവം. നീല് പറഞ്ഞ ആ ഡയലോഗ് വീഹാൻ കൃത്യമായി കേട്ടു. ഒരു തുണിയാണ് അയാൾ കാണുന്നത്. ആ തുണിയിൽ രക്തം പടർന്നിരിക്കുകയാണ്. ആ തുണിയിലേക്കും അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരിലേക്ക് നോക്കിയ വീഹാൻ ഓടി വന്ന് ആ തുണി അഴിച്ചു. ആ തുണി അഴിക്കുമ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. അറുത്തെടുക്കപ്പെട്ട ചാങ്
യുവാന്റെ തല. ആ തല കണ്ടതും വീഹാൻ ശരിക്കും അലറുകയാണ്. അലറുന്നതിനൊപ്പം അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരായി താഴേക്ക് വീണു. ഇത്രയും വർഷങ്ങളായി അയാൾ മനസ്സിൽ കൊണ്ടു നടന്ന ആ പ്രതികാരം ഇതാ നടപ്പിലാക്കപ്പെട്ടിരിക്കുകയാണ്. അലറി വിളിച്ച് അയാൾ നീലിനോട് പറഞ്ഞു, ഏയ് യങ്മാൻ, ഇനി പറ, നിനക്ക് എന്താ അറിയേണ്ടത്? നീല് വീണ്ടും അയാളോട് കാര്യം പറഞ്ഞു. എന്റെ പേര് നീൽ ഗ്രീൻ എന്നാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കൊപ്പം ഉണ്ടായിരുന്ന എന്റെ അച്ഛനും അമ്മയും അവിടെ ക്ലൗഡ് ലേക്ക് മാനറിൽ ആ ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ ആക്രമിക്കപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. മിസ് വീഹാൻ, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. നീൽ, സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ അവിടേക്ക് ഓടിയെത്തിയിരുന്നു. ഞാനാണ് നിന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഞാൻ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അവര് മരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലാന്നേ എനിക്ക് മറുപടി പറയാൻ പറ്റും. ഒരു അനക്കം അവർക്കുണ്ടായിരുന്നു. നീലിനെ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് വീഹാൻ തുടക്കത്തിലേ പറയുന്നത്. മിസ് വീഹാൻ, നിങ്ങൾ പറയുന്നത്? നീൽ, ഞാൻ പറയട്ടെ. ഞാൻ ഹോസ്പിറ്റലിൽ അവരെ എത്തിച്ചിട്ട് ഈ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തികച്ചും അപരിചിതനായ ഒരാൾ അവിടേക്ക് വന്നു. അയാളും ഹോസ്പിറ്റൽ അധികാരികളും തമ്മിൽ എന്തോ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ ആ 2 വ്യക്തികളെ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡികളെ ആ ആള് കൊണ്ടുപോയി. അത് കേട്ടപ്പോൾ നീൽ ആകെ നിരാശയായി. നീല് സങ്കടത്തോടെ വീഹാൻ നോക്കുമ്പോൾ വീഹാൻ പറഞ്ഞു, പക്ഷെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ 2 ബോഡികളും തിരികെ എത്തി. മരണം കൺഫേം ആണെന്നാണ് ആ ബോഡികൾ പരിശോധിച്ച ഡോക്ടേഴ്സ് മരണത്തിന്റെ കൺഫർമേഷൻ പറയുകയും ചെയ്തു. ഞാൻ ആ ബോഡികൾ ഏറ്റുവാങ്ങി മോർച്ചറിലേക്ക് മാറ്റി. ആ ബോഡികൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കണമല്ലോ. ആരും വന്നില്ലെങ്കിൽ സർക്കാർ തന്നെ ആ ബോഡികൾ അടക്കം ചെയ്യും. അതിനൊരു സമയപരിധിയുണ്ട്. ആരും വരാതായപ്പോൾ ആ ബോഡികൾ സർക്കാർ ചെലവിൽ സംസ്കരിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ എത്തി ആ ബോഡികൾ ഏറ്റുവാങ്ങിയത്. നീലിന് അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അറിയാം. അവിടെ എത്തിയത് സോനയാണെന്നും നീലിന് അറിയാം. നീല് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ മനുഷ്യൻ നീലിനോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഈ സംഭവത്തിൽ ആകെ ഒരു കൺഫ്യൂഷൻ തോന്നിയതുകൊണ്ട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചു. അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിലെ ബാങ്കറ്റിൽ പങ്കെടുത്ത ആളുകളെ എല്ലാം കണ്ട് അവരിൽ നിന്നെല്ലാം മൊഴികൾ ഞാൻ ശേഖരിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ ആ ബോഡികൾ ആദ്യം എത്തിയപ്പോൾ കണ്ട ആളുകളെയും അവിടുന്ന് ബോഡി കൊടുത്തുവിട്ടപ്പോൾ കണ്ട ആളുകളെയും ഞാൻ പ്രത്യേകം ഇന്റർവ്യൂ നടത്തിയിരുന്നു. എനിക്ക് തോന്നിയ കൺഫ്യൂഷൻ അവർക്ക് തോന്നിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ അവിടേക്ക് കൊണ്ടുവന്ന ബോഡികളല്ല അവിടുന്ന് പുറത്തേക്ക് പോയെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരാള് എൻ്റെ മുന്നിലേക്ക് വന്നു. ആ ആളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ആ ആളാണ് അന്ന് ഹോസ്പിറ്റൽ വന്ന് ആ ബോഡികൾ കൊണ്ടുപോയത്. ആ ആള് എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇനി ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ എന്നെ ഭൂമിയിൽ ആരും ജീവനോടെ കാണില്ലെന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. നീല് ആ വീഹാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. ഒരു ബോഡി സ്വാപ്പിംഗ് എന്തായാലും ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്. സോന സംശയിച്ചത് ശരിക്കും സത്യമാണ്. അടക്കം ചെയ്തത് നീലിന്റെ അച്ഛന്റെയും അമ്മയുടെയും ബോഡികളല്ല. അവരുടെ ബോഡിക്ക് പകരം മറ്റാരുടെയും ബോഡികളാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ ബോഡികൾ മറ്റെങ്ങോട്ടോ ആരോ കൊണ്ടുപോയിരിക്കുന്നു. എന്തിന്? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ വീഹാനോട് സംസാരിച്ച വ്യക്തിയെ കണ്ടുപിടിക്കണം. ആ ആളാണല്ലോ ബോഡി കൊണ്ടുപോയിരിക്കുന്നത്. നീല് വീഹാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ മനുഷ്യനെ ഓർമ്മയുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ചിത്രം ഒന്ന് വരയ്ക്കാൻ പറ്റൂ? ഞാൻ വരയ്ക്കാം, ഉറപ്പായും വരയ്ക്കാം. എനിക്ക് അതിനുള്ള സംവിധാനം ഒരുക്കി തന്നാൽ മതി. വീഹാൻ അങ്ങനെ പറഞ്ഞതും നീല് ആ വിവരങ്ങൾ ഷുവാനെ ധരിപ്പിച്ചു. ഇവിടെ ഈ രംഗങ്ങൾ അങ്ങനെ അരങ്ങേറുമ്പോൾ ചാങ് കുടുംബത്തിലേക്ക് ഒരു കോള് വന്നു. ശരിക്കും ചാങ് ആവോ അയാളുടെ വാച്ചിലേക്ക് അക്ഷമനായി കൂടെ നോക്കുകയാണ്. സമയം 8 കഴിഞ്ഞിരിക്കുകയാണ്. 8 മണിക്ക് മുമ്പ് യുവാനെ വീട്ടിലെത്തിക്കണമെന്ന് ആ ഹാൻസനോട് അയാൾ തീർത്തു പറഞ്ഞിരുന്നതാണ്. ഇപ്പോ മണി 8:10 ഇതുവരെയായിട്ടും യുവാനെ കണ്ടിട്ടില്ല. അയാള് യുവാന്റെ നമ്പറിലേക്കും അതുപോലെ ഹാൻസൺ നമ്പറിലേക്കും മാറി മാറി വിളിക്കുകയാണ്. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്താണ് ടാങ് ആവോയ്ക്ക് ഒരു ഫോൺ വരുന്നത്. ഫോണ് വിളിച്ചത് ഈ ടാങ് ഹാൻസന്റെ ഡ്രൈവറാണ്. അയാൾ പറഞ്ഞ കാര്യം കേട്ടതും ടാങ് ആവോ അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പ്. അയാളെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അയാള് ആ ഹോട്ടലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ആ ഹോട്ടൽ മുഴുവൻ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. 2 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ കഴുത്ത് മുറിഞ്ഞു കിടക്കുകയാണ്, മറ്റേയാളുടെ തല കാണാനില്ല. ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആ സ്റ്റേറ്റ് തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. വിവരം പറഞ്ഞ് ഹയർ ഉദ്യോഗസ്ഥർ പലരും സ്ഥലത്ത് തിരിക്കുകയാണ്. പോലീസുകാര് ടാങ് ആവോയെ തടുത്തു. ഏയ്, അകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ പറഞ്ഞൊരു ഓർമ്മയെ ആ പോലീസുകാരനെ കാണും. അടുത്ത പക്ഷത്തിൽ അയാള് ദൂരേക്ക് തെറിച്ചു. ടാങ് ആവോ
ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പായുമ്പോൾ ഹയർ ഒഫീഷ്യൽസ് പലരും ടാങ് ആവോയെ കണ്ടു. അവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് ടാങ് ആവോയുടെ മകനാണ്. ഇനി എന്ത് വേണമെങ്കിലും ഇവിടെ സംഭവിക്കാം. ചിലപ്പോ ഈ ജിയാങ് സിറ്റി മുഴുവൻ ടാങ് ആവോ തീയിട്ടെന്നും വരും. ടാങ് ആവോയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്. അത് ടാങ് ആവോയുടെ ആ മരിച്ച മകനാണ്. അവനെ കൊന്ന ആളെ കണ്ടുപിടിക്കാനായി ടാങ് ആവോ എന്തും ചെയ്യും. ആ കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതുകൊണ്ട് ഹയർ ഒഫീഷ്യൽസ് പലരും ടാങ് ആവോയ്ക്കൊപ്പം മുകളിലേക്ക് ഓടിക്കേറി. അവിടെ ആ 22ാം നിലയിൽ ടാങ് ആവോ ആ മുറിയിലേക്ക് എത്തുമ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. അതിശക്തനായ അയാളുടെ ബന്ധു കൂടിയായ ഹാൻസൺ തല അറ്റ് കിടക്കുന്ന കാഴ്ച. അതിനപ്പുറത്തായി ആ തലയില്ലാത്ത അയാളുടെ മകന്റെ ബോഡിയും കണ്ടു. ശരിക്കും ആ മുറിയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോധം വന്നിരുന്നു. അവള് കട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തലയില്ലാത്ത യുവാന്റെ ബോഡി കണ്ടു. അലറി കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ആ 22ാം നിലയിൽ നിന്ന് താഴേക്ക് ഓടി ഇറങ്ങുമ്പോഴാണ് താഴെയുള്ള ആളുകൾ വിവരം അറിയുന്നത്. അതിനെ തുടർച്ചയാണ് ഈ ബാക്കി രംഗങ്ങളൊക്കെ. ആ ഹോട്ടലിൽ കിടക്കുന്ന തലയില്ലാത്ത തന്റെ മകന്റെ ശരീരത്തിലേക്ക് നിർനിമിഷനായി നോക്കി നിൽക്കുകയാണ് ടാങ് ആവോ. ടാങ് ആവോയുടെ ഇരു കൈകളും ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അയാള് ആ കൈകൾ മുറുകി പിടിക്കുമ്പോൾ വല്ലാത്തൊരു പ്രഷർ ആ മുറിയിലേക്ക് വന്നിരിക്കുന്ന പോലീസുകാർക്ക് പോലും അനുഭവപ്പെടുകയാണ്. സകല പോലീസുകാരും നിന്ന് വിറയ്ക്കുകയാണ്. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ടാങ് ആവോ അവർക്ക് തൊടാൻ പറ്റുന്ന കഥാപാത്രമല്ല. ഏതായാലും അടുത്ത അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ടാങ് കുടുംബത്തിൽ നടക്കുകയാണ്. ജിയാങ് പ്രൊവിൻസിനകത്ത് ആ ജിയാങ് സിറ്റിയിലുള്ള പ്രമുഖരൊക്കെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രൗൺ കുടുംബത്തിൽ നിന്ന് സാക്ഷാൽ ഗാരി ബ്രൗൺ എത്തിയിട്ടുണ്ട്. അതുപോലെ കുടുംബത്തിൽ നിന്ന് കിയാൻ എത്തിയിരിക്കുകയാണ്. അതുപോലെ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് മാവിൻ വോ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഒരുപാട് ആളുകളുടെ സ്ഥലത്ത് സന്നിഹിതരാണ്. റൂട്ട് കുടുംബത്തിൽ നിന്നുള്ള ആളുകളുമുണ്ട്. പല കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ അവിടേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്ന ടാങ് അവരുടെ മുന്നിൽ ഒരു ചിത്രം കാണിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഒരു തുണി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു വിഷ്വലാണ് അവർ കേട്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. അവന്റെ പുറകുവശത്തുള്ള വിഷ്വലാണ് അവിടെ ആ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ സംഭവവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ ഹോട്ടലിൽ വിഷ്വൽ എടുക്കാൻ ടാങ് ആവോ ചെല്ലുമ്പോൾ അവിടെയുള്ള വിഷ്വലുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള വിഷ്വലുകൾ മാത്രമല്ല, ആ റോഡിലുള്ള എല്ലാ CCTV ക്യാമറകളിലെ വിഷ്വലുകളും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വിഷ്വലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കും ലഭിക്കാതിരിക്കുമ്പോഴാണ് മറ്റൊരു ഫംഗ്ഷൻ റെക്കോർഡ് ചെയ്യായിരുന്ന ഒരാളുടെ ക്യാമറയിൽ വളരെ യാദൃശ്യവശാൽ പതിഞ്ഞ ഈ വിഷ്വൽ ഇപ്പോ പല സ്ഥലത്തും എത്തിയിരിക്കുന്നത്. ഒരു ബേസ്ബോൾ തൊപ്പി വെച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു തുണിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന രംഗം എങ്ങനെയോ ആ ക്യാമറ പതിഞ്ഞതാണ്. ശരിക്കും ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ ആ ഫംഗ്ഷന്റെ ഫോട്ടോഗ്രാഫർ എടുത്തതല്ല. മറ്റേ ആളുകളെ ഫോക്കസ് ചെയ്തപ്പോൾ ആ ഫോട്ടോയുടെ എൻഡിൽ ആ ചെറുപ്പക്കാരൻ വന്നു പെട്ടതാണ്. ആ ഫോട്ടോ ലിങ്ക്ഡിന്റെ ടീമിന് കിട്ടിയില്ല എന്നതാണ് സത്യം. ബാക്കി എല്ലാം കിട്ടി. ഈ ഫോട്ടോ ഇവിടെ ആ ടാങ് കുടുംബത്തിലെ ആ സ്ക്രീനിൽ കാണിച്ചിട്ട് ടാങ് അവിടെ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, എനിക്ക് 24 മണിക്കൂറിനകം ഇവനെ കിട്ടണം. ഇവൻ ആരാണെങ്കിലും അവനെ ഞാൻ തീർക്കും. അങ്ങനെ ഈ ടാങ് ആവോ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലർക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ട്. ബ്രൗൺ കുടുംബത്തിന്റെ ഗാരി ബ്രൗണിന് ആ ചെറുപ്പക്കാരന്റെ പുറകുവശം മാത്രമാണ് കാണാൻ കഴിയുന്നതെങ്കിലും ആ പുറകുവശം കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ ഒരാളുടെ രൂപം അങ്ങനെ കടന്നു വരികയാണ്. അത് സാക്ഷാൽ നീൽഗിരിയുടെ രൂപമാണ്. ഗാരി ബ്രൗൺ അങ്ങനെ ആലോചിക്കുമ്പോൾ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കിയാൻ. ആ ചെറുപ്പക്കാരന്റെ ബാക്ക് കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനെ താൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ഒരു തോന്നൽ കിയാനുണ്ട്. തനിക്ക് നല്ല പരിചയമുള്ള ഒരു കക്ഷിയുടെ ഒരു കട്ട് ആ ചെറുപ്പക്കാരനുണ്ട്. അവന്റെ ആ പോസ്റ്റർ തനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ ആരാണ് ആ കക്ഷി എന്നുള്ള കാര്യം മാത്രം കിയാന്റെ മനസ്സിലേക്ക് വരുന്നില്ല. കിയാൻ സംശയത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ചിത്രം കണ്ട മറ്റൊരാള് സാക്ഷാൽ മാവിൻ വോയാണ്. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ മാവിൻ വോ ആ ചിത്രത്തിലേക്ക് തന്നെ നിർനിമിഷനായി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ പുറകുവശമാണ് കാണുന്നെങ്കിലും ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഒറ്റ നോട്ട് തന്നെ മാവിൻ വോയ്ക്ക് മനസ്സിലായി. അത് സാക്ഷാൽ മിസ്റ്റർ ഗിരിയാണ്. നീൽഗിരിയാണ് ആ ചിത്രത്തിൽ നിന്ന് കണ്ടതും ഒരു വിറയൽ മാവിനോയ്ക്ക് ഉണ്ടായി. ടാങ് ആവോയുടെ മകനെ കൊല്ലാൻ സാധാരണഗതിയിൽ ഒരാളും ശ്രമിക്കില്ല. ഈ ജിയാങ് പ്രൊവിൻസിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ശരിക്കും നീൽഗിരി ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്നോ. ആ ഹാളിൽ കൂടിയിരിക്കുന്ന പലരും ആ ചെറുപ്പക്കാരന്റെ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ കിയാൻ വീട്ടിലെത്തിയതും അടിയന്തര മീറ്റിംഗ് വിളിച്ചു. അവിടെ കിയാന്റെ നേതൃത്വത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്ന നീലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ വിളിച്ചത് സാക്ഷാൽ മാവിൻ വോയാണ്. മാവിൻ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗിരി, ടാങ് കുടുംബത്തിലെ ഞാനാ കൊന്നത്. രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ നീല് കാര്യം സമ്മതിച്ചതും മാവിൻ വോ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, പ്രസിഡന്റ് ടാങ് ആവോ ആകെ ദേഷ്യത്തിലാണ്. അദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മിസ്റ്റർ ഗിരി,
നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞിട്ട് മാവിൻ ഓ ഫോണ് കട്ട് ചെയ്തു. താനാണ് കൊല നടത്തിയെന്നുള്ള കാര്യം ചാങ് ആവോ അറിഞ്ഞിരിക്കുന്നു. അതെന്തായാലും നന്നായി. അങ്ങനെ ഒരു ചിന്തയാണ് ആ നിമിഷം നീൽഗിരിക്ക് ഉണ്ടായത്. അതേ സമയത്ത് അവിടെ ആ കുടുംബത്തിൽ ആ ചിത്രം കണ്ട ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ പലരും ആ ചിത്രത്തിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കിയാന്റെ മകൾ ഷിനി ആ ചിത്രത്തിൽ കൃത്യമായി നീൽഗിരിയെ കാണുകയാണ്. അത് നീല് തന്നെയാണ്. ആ ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നതും അവൾ പോലും അറിയാതെ വാ പൊത്തിപ്പോവുകയാണ്. അവിടെയുള്ള ബാക്കി ആളുകളൊക്കെ അത് ആരായിരിക്കും ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് കിയാന്റെ അനുജൻ റിയാൻ ഉറക്കെ പറഞ്ഞു, ഫാമിലി ഹെഡ്, ഇത് അവനാണ്. ആരാ അറിയാൻ? ഇത് ആ നീലാണ്, ആ തെമ്മാടി നീലാണ് ആ ഫോട്ടോയിൽ ഒന്ന് റിയാൻ പറഞ്ഞതും സകലരും ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടെ സൂക്ഷ്മമായി നോക്കി തുടങ്ങി. അതെ, ഇത് അവൻ തന്നെയാണ് നീൽഗിരി. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എഗ് മാസ്റ്റർ കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലറിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.